Hi, hello, welcome to IS Factors Turbo Current Affairs for UPSC 2026. നമ്മുടെ ക്ലാസ് 3 ഇന്ന് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇന്ത്യൻ എക്കോണമിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ എക്കോണമി സെഷനും കൂടാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും എക്കോണമിയുടെ മെയിനായിട്ടുള്ള ആസ്പെക്ട്സ്, അതും ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള മെയിനായിട്ടുള്ള എക്കണോമി ആസ്പെക്ട്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് ദ സെഷൻ. നമ്മൾ യൂഷ്വലി സെഷൻ ക്ലാസ് എടുക്കുന്ന അതേപോലെ തന്നെയാണ്. നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തീം റേഡിയസ് തന്നെയാണ്. പ്രധാനപ്പെട്ട മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ ഡയമെൻഷൻസും കവർ ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഐഡിയോളജി. അത് തന്നെയായിരിക്കും നമ്മുടെ സ്ട്രാറ്റജിയും ഇന്നത്തെ ക്ലാസ്സിൻ്റെ. സോ ദാറ്റ് ഈസ് ദ മെയിൻ കോൺസെപ്റ്റ് ഓഫ് തീം റേഡിയസ്. ആൻഡ് മൂവിങ് ഓൺ ടു എന്താണ് നമ്മുടെ സോഴ്സസ് എന്നുള്ളതും വിത്ത് മീ അർജുൻ ആർ ശങ്കർ. യു ക്യാൻ റീഡ് മോർ അബൌട്ട് മീ. ആൻഡ് 100% കവർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്നാലും നമ്മൾ മാക്സിമം ഇതിൽ കവർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എഫേർട്ട് എടുക്കുന്നത്. സോ ഇന്നത്തെ മെയിൻ ടോപ്പിക്സ്, നമ്മുടെ മെയിൻ സോഴ്സ് പ്ലാറ്റർ എന്ന് പറയുന്നത് എക്കോണമി ആയതുകൊണ്ട് തന്നെ ബിസിനസ് ലൈൻ അത്യാവശ്യം നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ലൈവ് മിനിറ്റിലും നന്നായിട്ട് ബിസിനസ് എക്കണോമിക്സ് ആർട്ടിക്കിൾസ് ഉണ്ട്. ഹിന്ദുവിൽ വന്നിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസ് വന്നിട്ടുണ്ട്. സോ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് എല്ലാം കവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇന്നത്തെ മെയിൻ ടോപ്പിക്കുകൾ എത്തിയിട്ടുള്ളത്. ഓൾ ഓഫ് ദെം ആർ കംപ്ലീറ്റ്ലി ഫ്രം ദ ന്യൂസ് പേപ്പർ. സോ ഇന്നത്തെ മെയിൻ 10 ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. 10 ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. സോ അതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഫ്രാക്ഷണൽ ഷെയർ? എന്താണ് ഗോൾഡി ലോക്ക് പീരീഡ് എന്ന് പറയുന്നത്? ഇറ്റ്സ് കോൾഡ് എ ഗോൾഡി ലോക്ക് എക്കോണമി. റെപ്പോ റേറ്റ് RBI കട്ട് ചെയ്തു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PYQലൊക്കെ വരുന്നൊരു ക്വസ്റ്റൻ ആണ്. സോ അതിൻ്റെ ആദ്യത്തെ സംഭവം ഇന്നത്തെ സെഷനിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. റിപ്പോ റേറ്റ് കട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, എന്തായിരിക്കും എല്ലാ ആൾക്കാരുടെ, കാരണം നമ്മുടെ സാധാരണക്കാരൻ്റെ ഇമ്പാക്റ്റ്, കൺസ്യൂമേഴ്സിൻ്റെ ഇമ്പാക്റ്റ്, പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇമ്പാക്റ്റ്, ഓരോ തലത്തിലുള്ള റുപ്പിയുടെ ഡിപ്രീസിയേഷൻ സംഭവിക്കൂ, ഗവൺമെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ സ്മോൾ ഡിനോമിനേഷൻ കറൻസി സപ്ലൈ RBIയുടെ അതിൻ്റെ ഷോർട്ടേജ് പറയുന്നുണ്ട്. അപ്പോൾ സ്മോൾ ഡിനോമിനേഷൻ കറൻസി സപ്ലൈ മിസ്മാച്ച് എന്ന് പറയുന്നത് എന്താണ്? US റഷ്യ സാങ്ഷൻസ് ബിൽ, ഇതിനകത്തും 500% ടാരിഫ്, 500% ടാരിഫ് ഇസ് സംതിങ് ദാറ്റ് ദ US ഇസ് ഗോയിങ് ടു ഹിറ്റ് ഓൺ റഷ്യ ആൻഡ് റഷ്യൻ റിലേറ്റഡ് കൺട്രീസ്. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതേ കോണ്ടെക്സ്റ്റിൽ തന്നെ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് IEEPA, ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ്. അമേരിക്കൻ കോണ്ടെക്സ്റ്റിലാണെങ്കിലും എന്താണെന്ന് അതിൻ്റെ ഒരു എക്കണോമിക് ആസ്പെക്ട് എന്താണെന്ന് മനസ്സിലാക്കാം. ഫ്ലിപ്കാർട്ടിൻ്റെയും ടൈഗർ ഗ്ലോബലിൻ്റെയും ഈ അടുത്ത് വന്ന പ്രധാനപ്പെട്ട സുപ്രീം കോടതി കേസുണ്ട്. ആൻഡ് ടാക്സേഷൻ ഓഫ് സ്റ്റേക്ക് സ്കെയിൽ. എന്താണ് ടാക്സേഷൻ ഓഫ് സ്റ്റേക്ക് സ്കെയിൽ? അതിൻ്റെ പ്രധാനമായിട്ടും അതിനായിട്ട് ഭാഗമുള്ള അടുത്ത ടോപ്പിക്കാണ് വാട്ട് ഈസ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്, DTEA. ഇൻവെസ്റ്റേഴ്സ് എല്ലാം മൊറീഷ്യസ് വഴി ഫണ്ട് ഇടുന്നു എന്ന് പറയുന്നു. സോ വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ്? അതേപോലെ തന്നെ PM ഇന്റേൺഷിപ്പ് സ്കീം, PMISന്റെ പൂർ യൂട്ടിലൈസേഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുണ്ട്. ആൻഡ് ഇന്ത്യസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ടും റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടും വെച്ച് എന്താണ്, വാട്ട് ആർ വി ലുക്കിംഗ് അറ്റ് ഇന്ത്യസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്നുള്ളത് ഇന്നത്തെ പ്രധാനപ്പെട്ട, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. സോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ഫ്രാക്ഷണൽ ഷെയർസ്? ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ടോ? വാട്ട് ആർ ദേ, വെയർ ടു ബൈ ദം, വാട്ട് ആർ ഫ്രാക്ഷണൽ ഷെയർസ്, വാട്ട് ഹാസ് ബീൻ ദി എക്സ്പീരിയൻസ് ഓഫ് കാനഡ, US, ജപ്പാൻ, എക്സ്പ്ലെയിൻ. അപ്പോൾ എന്താണ് ഈ ഫ്രാക്ഷണൽ ഷെയർ എന്ന് പറയുന്നത്? നമുക്ക് ആ ടോപ്പിക്ക് മനസ്സിലാക്കാം. മനസ്സിലാക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം ചെയ്യാം. നമുക്ക് ചെറിയൊരു കഥ നോക്കാം, ഒരു ചെറിയ സ്റ്റോറി ചെയ്യാം. ബിക്കോസ് എക്കണോമിക്സിൽ കഥ പഠിക്കാൻ വളരെ രസമാണ്. ബിക്കോസ് വെൻ യു ലേൺ ദ സ്റ്റോറീസ് ആൻഡ് സ്റ്റോറീസ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എക്കണോമിക്സ്. ദാറ്റ്സ് വെരി ഈസി ആൻഡ് ദാറ്റ് വിൽ ഓൾവേസ് സ്റ്റേ ഇൻ യുവർ മൈൻഡ്. ദാറ്റ് ഈസ് ദ സ്ട്രാറ്റജി. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിക്കുക, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു യങ് ആയിട്ടുള്ള ആൾ, രാഹുൽ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന് ഈ കാണുന്ന കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ആ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 1.5 lakh ഇന്ത്യൻ റുപ്പിയാണ്. ഇത്രയും പൈസ കൊടുത്തൊരു ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ടില്ല. പക്ഷെ അയാൾ ബാങ്കിൻ്റെ ബാലൻസ് ഒക്കെ നോക്കിയിട്ട് പറയണം, ഐ ഡോണ്ട് ഹാവ് ദിസ് മച്ച് മണി. പക്ഷേ ഈ കമ്പനിയുടെ ഷെയർ അയാൾക്ക് വേണം. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു സംഭവമാണ്, എന്നെ പോലത്തുള്ള ആൾക്കാർക്കൊന്നും ഈ ഷെയർ കിട്ടില്ലല്ലോ എന്നൊരു തോന്നൽ വരും. സോ ഇങ്ങനെ ഒരു ഷെയർ മാർക്കറ്റിൽ നമുക്ക് വലിയൊരു കമ്പനിയുടെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യണം, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. നമ്മൾ മനസ്സുകൊണ്ടെങ്കിൽ ആലോചിക്കും, ഈ ഒരു കമ്പനിയുടെ ഒരു ഷെയർ വാങ്ങിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഷെയർ എന്ന് ഇതിൻ്റെ ഒരു പോർഷൻ ഷെയർ, ഇത്രയും ഷെയർ എങ്കിലും എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സ്കീം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ഷെയർ വാങ്ങിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനൊരു 1/4 അല്ലെങ്കിൽ 1/4 ഷെയർ എന്നൊക്കെ ഉണ്ടോ എന്നുള്ള സംഭവം ഉണ്ടോ എന്ന് വെച്ചാൽ അതാണ് ഫ്രാക്ഷണൽ ഷെയർ എന്ന് പറയുന്നത്. സിംപ്ലി പുട്ടിങ് ഇറ്റ്, ഇത് തന്നെയാണ് ഫ്രാക്ഷണൽ ഷെയർ. ഒരു കമ്പനിയുടെ ഒരു ഷെയർ ചിലപ്പോൾ നമുക്ക് ഒരുമിച്ച് വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. സോ ഇമാജിൻ ഒരു പിസ്സ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് ശരിക്കും ഒരു വലിയ പിസ്സ കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്.
പക്ഷെ ഒരു പിzzയ്ക്ക് ചിലപ്പോൾ വില ചിലപ്പോൾ 300 രൂപ ആയിരിക്കുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ആ 300 രൂപ ഇപ്പം സ്പെൻഡ് ചെയ്യാനില്ല, പക്ഷെ എനിക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിzzയിൽ പോലും സെമിറ്റ്സ എന്ന് പറഞ്ഞ സാധനങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങി. പിസ്സ കഴിക്കാൻ ഒരു പിസ്സ മൊത്തം പൈസ ഇല്ലാത്തത് കാര്യം മാത്രമല്ല കേട്ടോ, കാലറി നോക്കും ഇത്രയും കാലറി ഒന്നും കഴിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി സെമിറ്റ്സ എന്നൊക്കെ പറഞ്ഞ് പകുതി പിസ്സയും സ്ലൈസൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ദാറ്റ് മീൻസ് പിസ്സ കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ now the pizza shops say you don't need to buy the whole pizza, you can just buy one slice. Even if you have money for one just slice, പിസ്സ എൻജോയ് ചെയ്യാമല്ലോ. ഈ ഒരു അര പീസായിട്ട് ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഷെയർ വാങ്ങിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ ചെറുതും പീസും വാങ്ങിക്കുന്നതിനെയാണ് ഫ്രാക്ഷണൽ ഷെയർ എന്ന് പറയുന്നത്. ഒരു തരത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെയാണ് ഇത് കൊടുക്കുന്നത്. ഇതാണ് ഫ്രാക്ഷണൽ ഷെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ വൺ ഫുൾ ഷെയർ ഓഫ് എ കമ്പനി ഈസ് ലൈക്ക് ആൻ എക്സ്പെൻസീവ് പിസ്സ. It lets you buy small parts of that share. Say 1.5 lakh ആണ് ഒരു ഷെയർ എന്ന് പറയുന്നത്. You can even invest 1,500 and even own 1/100th of a share. നമ്മളും അതിൻ്റെ ചെറിയൊരു ഓണറായി മാറി, ഒരു ചെറിയ പോർഷൻ. ഇങ്ങനെ ഷെയർ വിൽക്കാനുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ഫ്രാക്ഷണൽ ഷെയർ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് വെരി ക്ലിയർ. ഇപ്പോൾ ഉദാഹരണത്തിന് MRFിൻ്റെ ഷെയർ വളരെ ഹൈ ആണ്. ഇമാജിൻ MRFിൻ്റെ ഷെയർ 1.5 ലക്ഷം ആണെന്ന് വിചാരിക്കുക. വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ഷെയർ MRFിൻ്റെ വാങ്ങിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളും MRFിൻ്റെ ഒരു ഭാഗമാകും എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രമൈസ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രപ്പോസൽ എന്ന് പറയുന്നത് പാർലമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ദേ ഗോയിങ് ടു അമെൻഡ് ദ കമ്പനീസ് ആക്ട് 2013. കാരണം ഇത് ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ ഫ്രാക്ഷൻ ഷെയറിനുള്ള പ്രൊവിഷൻ ഇല്ല, ഒരു ഷെയർ വാങ്ങിക്കാനേ ഉള്ളപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ വിൽ ബി അമെൻഡിങ് ദിസ് കോർപ്പറേറ്റ് ലോസ് അമെൻഡ്മെന്റ് ബിൽ 2025 എന്ന രീതിയിൽ കമ്പനീസ് ആക്ടിനെ നമ്മൾ അമെൻഡ് ചെയ്യപ്പെടേണ്ടി വരും. സോ ഇത് പാർലമെന്റിൽ വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വേണ്ടിയാണ്. കാരണം കോർപ്പറേറ്റ് ഇത് റെക്കമെൻഡേഷൻ എന്താ, കോർപ്പറേറ്റ് ലോ കമ്മിറ്റി 2022 റെക്കമെൻഡേഷൻ ആണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. എല്ലാവരും ബിസിനസിന്റെ ഭാഗമാകട്ടെ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇത് ഫ്രഷ് ഷെയർസിന് വേണ്ടിയാണ്, അല്ലാതെ എക്സിസ്റ്റിംഗ് ഷെയറിന് ഇനി കാലും മുക്കാലൊന്നും ആക്കാൻ പറ്റില്ല. എക്സിസ്റ്റിംഗ് ഷെയർസ് വിൽ നോട്ട് ബി ബ്രോക്കൺ ഡൗൺ, സോ ഫ്രാക്ഷൻസ് ഓട്ടോമാറ്റിക്കലി യു നീഡ് ടു ഡു ഫ്രഷ് ഷെയർസ്. അതാണ് ഇതിന്റെ മെയിൻ കോൺസെപ്റ്റ്. ഇനി ഇതിന്റെ ലീഗൽ ബാരിയേഴ്സ് ഇന്ത്യയിൽ ഇതുവരെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 4 പറയുന്നുണ്ട് all shareholders must subscribe to at least one full share. ഹാഫ് ഷെയർ പാർട്ട് ഷെയർ എന്ന കമ്പനീസ് ലോയിൽ എഴുതിയിട്ടില്ല. സോ ഒരു ഷെയർ ഹോൾഡറിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ ഹു ഹാസ് എ ഫുൾ ആൻഡ് അബ്സല്യൂട്ട് റൈറ്റ് ഓവർ എ ഷെയർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രാക്ഷണൽ ഷെയർ യു വിൽ നോട്ട് ഹാവ് എ കംപ്ലീറ്റ് അബ്സല്യൂട്ട് ഓണർഷിപ്പ്. അപ്പോൾ ഇതൊക്കെ മാറ്റണമെങ്കിൽ യു നീഡ് ടു അമെൻഡ് ദി എക്സിസ്റ്റിംഗ് ആക്ട്. അതാണ് മെയിനായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഇതിൻ്റെ മെയിൻ ആസ്പെക്ട്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കഥ എന്ന് പറയുന്നത്. പക്ഷേ കാനഡയിലും ജപ്പാനിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഇതിൻ്റെ കോൺസെപ്റ്റ് വേറെയാണ്. കാനഡയിൽ ദേ ഇഷ്യൂ സംതിങ് കോൾ സ്ക്രിപ്റ്റ് സർട്ടിഫിക്കറ്റ്. ഹവർ ഈ കാനഡയിൽ ഫ്രാക്ഷണൽ ഷെയർ എടുക്കുന്ന ആൾക്കാർക്ക് വോട്ടിംഗ് റൈറ്റ്സോ ഡിവിഡൻഡോ ഒന്നും കിട്ടില്ല. പിന്നെ എന്തിനാ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം അവിടെ വരും. കാനഡയിൽ അങ്ങനെയാണ്. ജപ്പാനിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്രീലി ഫ്രാക്ഷണൽ ഷെയർ കൊടുക്കില്ല. ഒരു കമ്പനി മേർജിങ്ങോ അല്ലെങ്കിൽ സ്വാപ്പിങ്ങോ ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഫ്രാക്ഷണൽ ഷെയർ ജപ്പാനിൽ കൊടുക്കുന്നത്. ഒരു കമ്പനി അപ്പോൾ മേർജർ അക്വിസിഷൻ എന്നൊക്കെ പറയുന്ന സംഭവം അവിടെ ഇമ്പോർട്ടൻ്റ് ആവും. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കമ്പനീസ് അല്ല ഇതെടുക്കുന്നത്, ബ്രോക്കേഴ്സ് ആണ്. ഫ്രാക്ഷണൽ ഇൻവെസ്റ്റിംഗ് ഇസ് എനേബിൾഡ് ബൈ ബ്രോക്കേഴ്സ്, നോട്ട് കമ്പനീസ്. കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യില്ല, കമ്പനീസിന്റെ ബ്രോക്കേഴ്സ് ആണ് ഫ്രാക്ഷണൽ ഷെയർ കൊടുക്കുന്നത്. അങ്ങനെ പല രാജ്യങ്ങളിലും പല വ്യത്യാസങ്ങളുണ്ടെന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് തന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രാക്ഷണൽ ഷെയറിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് വെരി ക്ലിയർ. ആൻഡ് നൗ അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കിടക്കാം. വാട്ട് ഇസ് എ ഗോൾഡിലോക്സ് എക്കോണമി? കാരണം ഒരുപാട് ആർട്ടിക്കിൾ ഉണ്ട്, ലൈമിന്റിന്റെ ഒക്കെ ആർട്ടിക്കിൾ ഉണ്ട്. ഇന്ത്യസ് ഗോൾഡിലോക്സ് എക്കോണമി, എ പീസ് ഡിവിഡൻഡ് ഓഫ് മോണിറ്ററി ഫിസ്ക്കൽ ഹാർമണി, RBI പുട്ട് മോർ ഗ്ലിറ്റർ ഓൺ ദ റെയർ ഗോൾഡിലോക്സ് പീരിയഡ്. ഇതൊരു പീരിയഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗോൾഡിലോക്ക് പീരിയഡ് എന്ന് പറയുമ്പോൾ എന്താ, വളരെ നമുക്ക് ഇതിനകത്ത് RBIയുടെ ഒരു വേർഷൻ അനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ പീരിയഡ്. അതായത് ഇങ്ങനെയുള്ളൊരു ഇത്രയുള്ള സമയത്ത് ഇങ്ങനെയുള്ളൊരു ബ്രീഫ് പീരിയഡ് ആണ്. ചിലപ്പോൾ ഈ ഒരു പീരീഡ് അത് വളരെ റെയർ ആണെന്നാണല്ലോ പറയുന്നത്. ഇങ്ങനെ ഒരു പീരീഡ് കിട്ടുക എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു പീരീഡിനെയാണ് ഗോൾഡിലോക്ക് സോൺ എന്ന് വിളിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു കഥയാണ്. ആ കഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഒരു ഗോൾഡിലോക്ക് എന്ന് പറയുന്ന ഒരു കുട്ടി, യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്, ഒരു സ്റ്റോറി ബുക്ക് പോലാണ്. ഗോൾഡിലോക്ക് എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു 3 ബെയറിന്റെ സൂപ്പ് കുടിച്ചു. 3 ബെയർ എന്ന് പറയുന്നത് ഇങ്ങനെ 3 സൂപ്പ് കിട്ടി അവർക്ക്. 3 ബെയർസിന്റെ സൂപ്പുണ്ട്. അതാണ് ഇതിന്റെ ഗോൾഡിലോക്കിന്റെ കഥ. ഈ 3 സൂപ്പുണ്ട്. ഈ 3 സൂപ്പ് കുടിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ സൂപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഹോട്ടായിരുന്നു. ഷീ കുഡന്റ് ഈറ്റ് ഇറ്റ്. സെക്കൻഡ് ബൗൾ എടുത്തപ്പോൾ ഇറ്റ് വാസ് ടു കോൾഡ്.
നോ ടേസ്റ്റ്, നോ കംഫർട്ട്. മൂന്നാമത്തെ ബോൾ എടുത്തപ്പോഴാണ് നോട്ട് ടു ഹോട്ട്, നോട്ട് ടു കോൾഡ്, ഇറ്റ്സ് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ്. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള മൂന്നാമത്തെ സോണാണ്. അപ്പോൾ ഒരു തരത്തിൽ ഈ കഥ എന്ന് പറയുന്നത് 3 സൂപ്പ് കുടിക്കുന്നതിൽ ഏറ്റവും നോർമൽ ആയിട്ടുള്ള കുടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് നമ്മൾ ഗോൾഡ് ലോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്കോണമി വൈസിൽ എന്തിനാണ് ഗോൾഡ് ലോക്ക്? ഇപ്പോൾ കഥ മനസ്സിലായോ? ഒന്ന് ഭയങ്കര ചൂട്, ഒന്ന് ഭയങ്കര തണുപ്പ്, ഏറ്റവും മീഡിയം ആയിട്ടുള്ളതാണ് ഏറ്റവും നല്ല ഫേസ്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ ഇവിടെ പടത്തിൽ, ഈ ഗോൾഡ് ലോക്കിന്റെ പടത്തിൽ ഇവിടെ വരയ്ക്കാൻ ശ്രമിച്ചതും ഇത് തന്നെയാണ്. ഇറ്റ് ഈസ് ദാറ്റ് പീരിയഡ് വിച്ച് ഇസ് വെരി കംഫർട്ടബിൾ. ഇതിനെ അപ്പോൾ നമുക്ക് ഗോൾഡ് ലോക്ക് സോൺ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ എക്കണോമി വൈസിൽ എക്കണോമിസ്റ്റുകൾ എന്തിനാണ് ഗോൾഡ് ലോക്ക് സോൺ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് പേപ്പേഴ്സിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് 1-2 റെഫറൻസ് ഒക്കെ വരുമ്പോൾ നമ്മളിത് സീരിയസ് ആയിട്ട് എടുക്കില്ല. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് സീരിയസ്ലി. എക്കണോമിക്സ് പെർസ്പെക്റ്റീവിൽ വൈ ഡു യു തിങ്ക് എക്കണോമിസ്റ്റ് പീപ്പിൾ കോൾഡ് ഇറ്റ് ആസ് ഗോൾഡ് ലോക്ക് സോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു എക്കണോമിയുടെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സംഭവം എക്സ്ട്രീംസ് അല്ല. ഇപ്പോൾ ഗ്രോത്ത് ടു ഫാസ്റ്റ്, ഭയങ്കര ഇൻഫ്ലേഷൻ, ബബിൾ ഓവർ ഹീറ്റിംഗ് ഒക്കെ സംഭവിക്കുന്ന അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എക്കണോമി വളരെ ടു സ്ലോ, അൺഎംപ്ലോയ്മെന്റ്, റിസഷൻ, ഡിസ്ട്രസ് സംഭവിക്കും. ഇത് രണ്ടിൻ്റെ മിഡിൽ പാത്ത്, ഇത് രണ്ടിൻ്റെ ഒരു മിഡിൽ പാത്ത് ഉണ്ട്. ഒരുപാട് ഹൈ ഇൻഫ്ലേഷനും ഇല്ല, എന്നാൽ ഒരുപാട് ഗ്രോത്ത് സ്ലോ അല്ല. രണ്ടിൻ്റെയും ഇടയ്ക്കുള്ളൊരു ഫേസ് ആണ് ഗോൾഡ് ലോക്ക് എക്കോണമി എന്ന് പറയുന്നത്. ഒത്തിരി ഇൻഫ്ലേഷനും ഇല്ല, ഭയങ്കര ഫാസ്റ്റ് ഗ്രോത്തും ഇല്ല, ഇൻഫ്ലേഷനും ഇല്ല, എന്നാൽ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഗ്രോത്തും ഡിസ്ട്രസ്സും ഇല്ല, നടുക്ക് വരുന്നൊരു പൊസിഷൻ. അതിനെയാണ് ഗോൾഡ് ലോക്ക് എക്കോണമി എന്ന് എക്കണോമിസ്റ്റുകൾ വിളിക്കുന്നത്. ആ കഥയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. നൗ ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സോ വെൻ യു സേ ദാറ്റ് ഗോൾഡ് ലോക്ക് ഫേസ് എന്ന് വിളിക്കുമ്പോൾ വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ? ഗ്രോത്ത് ഇസ് നോട്ട് ടു ഫാസ്റ്റ്, ഇറ്റ് ഇസ് നോട്ട് ടു സ്ലോ, ഇൻഫ്ലേഷൻ ഇസ് അണ്ടർ കൺട്രോൾ, ജോബ്സ് ആർ സ്റ്റേബിൾ, ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ കംഫർട്ടബിൾ. ഇങ്ങനെ ഒരു പീരീഡ് ഉണ്ടെങ്കിൽ അത് ഗോൾഡ് ലോക്ക് എക്കോണമി ആണെന്നുള്ളത് വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. കണ്ടോ, RBI is projecting India's GDP growth rate to 7.3%, which is a Goldilocks period in the economy. അപ്പോൾ RBI എങ്ങനെ ഒരു 3 സൂപ്പ് കണ്ടോ, സൂപ്പിന്റെ പടം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ചൂടാണോ ഇതാണോ. അപ്പം നമുക്ക് നല്ല ടൈമാണ്, നല്ലൊരു പീരീഡിലാണ് ഇന്ത്യൻ എക്കോണമി നിൽക്കുന്നത്. അപ്പോൾ ഗോൾഡ് ലോക്ക് എക്കോണമി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട അതായത് ഡിമാൻഡ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കൺസംഷൻ ആർ സ്റ്റേബിൾ. ഡിമാൻഡ്, ഇൻവെസ്റ്റ്മെന്റ് എല്ലാം വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. എക്സ്ട്രീംസ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇതാണ്. സോ നല്ല കംഫർട്ടബിൾ സോൺ ആണ്. അതായത് ഫുഡ് ആൻഡ് കോർ ഇൻഫ്ലേഷൻ പ്രഷർ കുറഞ്ഞു. ഇൻഫ്ലേഷൻ ഒരു കംഫർട്ടബിൾ സോണിലാണ് നിൽക്കുന്നത്. RBIക്ക് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാം. സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എക്കണോമിക്സ് പഠിക്കാൻ ഡിഫിക്കൽട്ടി ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം ഇന്നത്തെ സെഷനിൽ. എല്ലാ പ്രാവശ്യം പ്രിലിംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഗോൾഡ് ലോക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇൻഫ്ലേഷൻ ഹൈ ആയിരുന്നെങ്കിൽ റേറ്റ് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗ്രോത്ത് വളരെ താഴ്ന്നിരിക്കുകയാണെങ്കിൽ അപ്പോഴും ബുദ്ധിമുട്ടാവും. സോ RBI ഇപ്പോൾ റിപ്പോ റേറ്റ് 25 ബേസിസ് കട്ട് ചെയ്തിട്ടുണ്ട് 5.25%ലേക്ക്. അങ്ങനെ 0.25 എന്നൊക്കെ കട്ട് ചെയ്യുമ്പോൾ എക്കോണമിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയുമാണ് ഗോൾഡ് ലോക്ക് എക്കോണമിയുടെ കഥ. അപ്പോൾ എക്കണോമി എന്തിനാണ് ഗോൾഡ് ലോക്ക് എക്കോണമി എന്ന് പറയുന്നത്? നൈദർ ഇൻഫ്ലേഷൻ, നൈദർ ടു വീക്ക്, ഇറ്റ്സ് ഇൻ ദ മിഡിൽ പാത്ത്, ഇറ്റ്സ് സ്റ്റേബിൾ. ഫുഡ് ആൻഡ് ഇൻഫ്ലേഷണറി, ഫുഡ് ഇൻഫ്ലേഷൻ എല്ലാം കംഫർട്ടബിൾ ലെവൽസിലാണ്. അപ്പോൾ എക്കണോമി ഈസ് ഇൻ എ ഗുഡ് പൊസിഷൻ. അതാണ് ഗോൾഡ് ലോക്ക് ഫേസ് എന്ന്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു വർഷം മിനിമം ഒരു 10-25 ആർട്ടിക്കിളെങ്കിലും വരും. 50 ബേസിസ് പോയിന്റ് കട്ട് ചെയ്തു, 25 ബേസിസ് പോയിന്റ് കട്ട് ചെയ്തു, RBI റിപ്പോ റേറ്റ് കട്ട് ചെയ്തു, ഇതിന്റെ ഇമ്പാക്ട് എന്താ, നിങ്ങളുടെ EMI കുറയുമോ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സോ ഇൻ എ വേ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ലേൺ ദിസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പോൾ നമുക്കത് ഒന്ന് മനസ്സിലാക്കി നോക്കാം. റിപ്പോ റേറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ RBIയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, RBIന് ഇതേപോലെ കുറേ റേറ്റ്സ് ഉണ്ട്. ഇതെല്ലാം സിവിൽ സർവീസിന് ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, ബാങ്ക് റേറ്റ്, SLR, ബെഞ്ച് മാർക്ക്, അങ്ങനെ കുറേ റേറ്റ്സ് ഉണ്ട്. ഇതെല്ലാം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ തൽക്കാലം ഒരു റേറ്റ് മനസ്സിലാക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ത്യൻ എക്കോണമി ആണെന്ന് വിചാരിക്കാം. ഹൈ ആൻഡ് ലോ. ഈ എക്കോണമി ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കും. എക്കോണമി ഇങ്ങനെ കൂടിയും താഴ്ന്നും ഒക്കെ ഇരിക്കുന്നു വിചാരിക്കും. ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് വിൽ ഗോ അപ്പ് ആൻഡ് ഡൗൺ, സ്വിങ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സ്വിങ്ങിനനുസരിച്ചിട്ട് നമ്മുടെ എക്കോണമി പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഉത്തരവാദിത്തം RBIയുടെ ആണ്. ഇങ്ങനെയാണ് ഈ കഥ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് പറയുന്നത്. ഈ എക്കോണമി ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഇമ്പാക്ട് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാവും. എക്കോണമിയിൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന സാധാരണക്കാരും മനുഷ്യരെല്ലാവരും ഇതിന് എഫക്റ്റഡ് ആവും.
നമ്മുടെ ശമ്പളം കിട്ടുന്നത് ചിലവാക്കുന്നത്, നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ പൈസ, നമുക്ക് അഫോർഡബിലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം എക്കോണമിയുടെ സ്വിങ്ങിങ് അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ഈ സ്വിങ്ങിങ് അനുസരിച്ചിട്ട് തോന്നിയ പോലെ വിട്ടുകൊടുത്താൽ നമ്മുടെ രാജ്യം നശിച്ചു പോകും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സ്വിങ്ങിങ് അനുസരിച്ചിട്ട് എക്കോണമീനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന, പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ജോലിയാണ് RBIയുടെ. ദാറ്റ് ഈസ് ദ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ RBI ആണ് ഇത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, ഈ സ്വിങ്ങിനെതിരെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. മഴ പെയ്താൽ നമുക്ക് കുട വെച്ച് തരുന്ന പോലെ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോളിസി കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ ഇൻഫ്ലേഷൻ കൂടിയും കുറയും ഒക്കെ ചെയ്യുന്ന സമയത്ത് റിപ്പോ റേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം RBI കൂട്ടും കുറയ്ക്കും. ഇത് എക്കോണമിയിലെ മണി സപ്ലൈ, ഇതിനകത്ത് പൈസ കൺട്രോൾ ചെയ്യുന്ന ഒരു ടെക്നിക്കും കൂടാണ്. ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഈ പൈസ അല്ലെങ്കിൽ മണി എന്ന് പറയുന്ന ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റേറ്റ് ആണ്. അപ്പോൾ ഇത് കൂട്ടും കുറയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ സ്വിംഗ് റേറ്റ്, ഇത് സ്വിങ് ചെയ്യും അപ്പ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് വെൻ ഇറ്റ് ഗോസ് അപ്പ് ആൻഡ് ഡൗൺ ദേ വിൽ ഹാവ് ടു സ്വിങ് ഇറ്റ്, അത് കൺട്രോൾ ചെയ്യും. ഇതിനാണ് ഒരു റേറ്റ് ഉണ്ടത്. ആ റേറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി കഥ അങ്ങോട്ട് പോവാം. റിപ്പോ റേറ്റ് ഇസ് ദ ഇൻട്രസ്റ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് മണി ടു. ഇതാണ് RBI, ദ മെയിൻ RBI. ഇവിടെയുള്ള ഒരുപാട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഒരുപാടുണ്ടല്ലോ, ഇതേപോലെ കുറേ കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്. ഈ കൊമേഴ്ഷ്യൽ ബാങ്കിനെല്ലാം ലോൺ വേണമല്ലോ. എന്ന് പറയുന്ന നിങ്ങളും ഞാനും നമ്മൾ ലോൺ എടുക്കുന്നത് ഈ കാണുന്ന ബാങ്കിൽ നിന്നാണ്. പക്ഷെ ഈ ബാങ്കും നമ്മൾ ബാങ്കിൽ നിന്ന് കടം വാങ്ങിക്കുന്ന പോലെ ബാങ്കും കടം വാങ്ങിക്കുന്നുണ്ട്. ബാങ്ക് RBIയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാങ്ക് ലോൺ എടുത്താൽ പലിശ അടയ്ക്കുന്നുണ്ടല്ലോ, അതേപോലെ ബാങ്ക് RBIയുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ RBIക്കും പലിശ കൊടുക്കണം. റിപ്പോ റേറ്റ് ഇസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് മണി ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. RBI തീരുമാനിക്കുന്ന ഒരു പലിശ നിരക്കുണ്ട്. ഒരു എക്സ് എമൗണ്ട് ആണ്, ഒരു 10%, ഒരു എക്സാമ്പിൾ, ഒരു 10% ആണ്. ബാങ്കുകളുടെ അടുത്ത് പറയുകയാണ് ഞങ്ങൾ 5000 കോടിയാണ്, ബാങ്ക് ചോദിക്കുകയാണ് എനിക്കൊരു 5000 കോടി കടം തരുമോ, കാരണം ഞങ്ങൾക്ക് ഒരുപാട് ലോൺ കൊടുക്കാനുണ്ട്, ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ലോൺ ചോദിച്ചു വരുന്നുണ്ട്, ലോൺ കൊടുക്കണം. 5000 കോടി RBI കടം തരും, പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണെന്ന് വിചാരിക്കുക. ഇനി വേറൊരു സിറ്റുവേഷനിൽ മനസ്സിലാക്കുക, ബാങ്ക് ചോദിക്കുകയാണ് RBIയുടെ അടുത്ത്, പ്ലീസ് RBI ഞങ്ങൾക്കൊരു 5000 രൂപ തരുമോ, 5000 കോടി കടം തരുമെന്ന് ചോദിക്കുമ്പോൾ എക്കോണമിയിൽ ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ RBI പറയുകയാണ് തരാം, പക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോൾ 17% ആക്കിയിട്ടുണ്ട് കേട്ടോ, 17% പലിശ തരേണ്ടി വരും എന്ന് പറയുമ്പോൾ ബാങ്ക് ഒന്ന് മടിക്കും. കാരണം 17% പലിശ ഞാൻ RBIക്ക് കൊടുക്കണമെങ്കിൽ ഈ പൈസ ഞാൻ ഉണ്ടാക്കണ്ടേ, എനിക്ക് എവിടെ നിന്നാ പൈസ ഉണ്ടാക്കാൻ വഴി? ആർക്കെങ്കിലുമൊക്കെ ലോൺ കൊടുക്കണമെങ്കിൽ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പലിശ വാങ്ങിച്ചിട്ട് ആ പലിശ എടുത്ത് ഇങ്ങോട്ട് തരണം. അപ്പോൾ എനിക്ക് 17% പലിശ അടയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പൈസയ്ക്ക് എവിടെ പോകും? ലോൺ ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 8%, 10% ആണെന്ന് വിചാരിക്കുക. RBIയുടെ എക്സ്ട്രാ എമൗണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഇനിയും പലിശ കൂട്ടണം ലോണിന് വേണ്ടി. അങ്ങനെ വരുമ്പോൾ ആരും ലോൺ എടുക്കാൻ വരുന്നില്ല. ഇത്രയും പലിശയ്ക്ക് എന്തിനാണ് ലോൺ എടുക്കുന്നതെന്ന് ചോദിക്കും. സാധാരണ പലിശക്കാരുടെ നിന്ന് വാങ്ങിച്ചാൽ പോരെ, ബാങ്കിൽ നിന്ന് എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് ചോദ്യം വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥ നിങ്ങൾ ഓർത്ത് വെക്കുക. ബാങ്ക്സ് ബോറോ ഫ്രം RBI, ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി. അവരുടെ ബാങ്കിന്റെ ഷോർട്ട് ടേം ലിക്വിഡിറ്റി, റെഗുലേറ്ററി നീഡ്സ്, ക്യാഷ് ഷോർട്ടേജ്, ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബാങ്ക് കടം വാങ്ങിക്കുന്നത്. ഒരുപാട് പലിശ RBI കയറ്റി വെച്ചാൽ ബാങ്ക് തന്നെ അത് വാങ്ങിക്കാണ്ടാവും, അങ്ങനെ ബാങ്ക് വാങ്ങിക്കാണ്ടാവും. അപ്പോൾ ഈ റിലേഷൻ കണ്ടോ? അപ്പോൾ ഇതാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ റിപ്പോ റേറ്റ് കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ RBI cuts the repo rate, borrowing becomes cheaper for banks. In your case 0.25 basis കട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ RBI ഒരു തരത്തിൽ ബോറോയിങ്ങും ലെൻഡിങ്ങും കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ RBI ഉണ്ട്, ഇവിടെ സാധാരണ ഒരു ബാങ്ക് ഉണ്ട്. RBI പറയാണ് ഞാൻ സാധാരണ 17%-നാട്ടോ തന്നിരുന്നത്. ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. നിങ്ങൾക്ക് 5000 കോടി ആവശ്യമുണ്ട്, 5000 crores നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഞാൻ ഈ ഇൻട്രസ്റ്റ് റേറ്റ് തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ഒരു 8%-ആക്കി വെക്കാം. അപ്പോൾ ബാങ്കിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. 8%-ന് 5000 കോടി കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ബാങ്ക് വിചാരിക്കും ലോൺ എടുക്കാമെന്നില്ലേ, ബാങ്ക് ലോൺ എടുക്കാമെന്ന് വിചാരിക്കും. ഈ 5000 കോടി ബാങ്ക് വെക്കും. എന്നിട്ട് ഈ ബാങ്ക് ഈ ലോൺ എല്ലാം കൂടെ ചേർത്തിട്ട് സാധാരണക്കാർക്ക് കൊടുക്കും. അപ്പോൾ ആര് ലോൺ ചോദിച്ചാലും ലോൺ കിട്ടും, പലിശയും കുറവായിരിക്കും. കാരണം ബാങ്കിന് അപ്പോൾ കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ ലോൺ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം പോയി ലോൺ ചോദിക്കും. RBI ബാങ്കിന് ഈ കടം വാങ്ങിച്ച പൈസ തീർക്കണ്ടേ. ഇതാണ്. അപ്പോൾ ഒരു തരത്തിൽ എക്കോണമിയിൽ കൂടുതൽ ഫണ്ട് വരും, കൂടുതൽ പൈസ വരും, ആൾക്കാരുടെ ഡിമാൻഡ് കൂടും.
ബാങ്ക് കണ്ടോ, ബാങ്ക് ക്യാൻ ബോറോ ഫ്രം RBI at lower cost, ഓവറോൾ ഫണ്ടിങ് കോസ്റ്റ് റെഡ്യൂസസ്, ബാങ്ക് ആർ എൻകറേജ് ടു ലെൻഡ് മോർ. കൂടുതൽ ലോൺ കൊടുക്കാൻ തോന്നും, ബാങ്ക് വിൽ ഗിവ് മോർ ലോൺസ്. ഇതാണ് ഇമ്പാക്ട് ഓഫ് ബാങ്ക്സ് എന്ന് പറയുന്ന RBIയുടെ റിപ്പോ റേറ്റിന്റെ. ഇനി നമുക്ക് പല ഇമ്പാക്ട് നോക്കാം. ഇതൊരു തിയറി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പഠിപ്പിച്ചത്. ഇമ്പാക്ട് ഓൺ കോമൺ പീപ്പിൾ. നമ്മുടെ ഹോം ലോൺ, കാർ ലോൺ, എഡ്യൂക്കേഷൻ ലോൺസ് ഒക്കെ ചീപ്പർ ആവും. നമ്മൾ സാധാരണ ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് പറയാൻ കൊടുക്കാനില്ല, ഫണ്ട് കുറവേ ഉള്ളൂ. അപ്പോൾ 100 പേര് ചോദിച്ചാൽ 2 പേർക്ക് കൊടുക്കും. പക്ഷെ ഇപ്പോൾ 100 പേര് ചോദിച്ചാൽ വേണമെങ്കിൽ 100 പേർക്കും തരാം. കാരണം നിങ്ങളെല്ലാം പലിശ തരുമല്ലോ, ബാങ്കിന് അത്രയും വരുമാനമായി. EMIs വേണമെങ്കിൽ എക്സിസ്റ്റിംഗ് EMIs കുറയ്ക്കില്ല അവർ. ഇനി വരാൻ പോകുന്ന EMIയുടെ റേറ്റുകളൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടെ ഫ്ലെക്സിബിൾ ആക്കി കൊടുക്കും. എല്ലാവരും ലോൺ എടുക്കട്ടെ എന്നുള്ള ലെവലിൽ. അപ്പോൾ ബോറോയിങ് ബിക്കംസ് ഈസിയർ. എല്ലാവർക്കും പൈസ കിട്ടും, ലോൺ എടുക്കും. നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കും, സാധനങ്ങൾ വാങ്ങിക്കും. വെറുതെ ഇരിക്കുമ്പോൾ പേഴ്സണൽ ലോൺ വാങ്ങിക്കുന്നതിന് നമ്മളൊരു 5 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് ചിലവാക്കും. അപ്പോൾ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹയർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. കമ്പനീസ് പ്രൊഡക്ഷൻ കൂട്ടും. ഇപ്പോൾ എനിക്കൊരു പേഴ്സണൽ ലോൺ കിട്ടി. പണ്ട് സാധാരണ കിട്ടാറുന്നില്ല. 10 ലക്ഷം രൂപ കിട്ടി. 10 ലക്ഷം രൂപ ഞാൻ എവിടെയെങ്കിലും ചിലവാക്കുമല്ലോ. ഞാനൊരു ട്രിപ്പ് പോവും, ഞാൻ കടയിൽ പോയി സാധനം വാങ്ങിക്കും. അപ്പോൾ ട്രിപ്പ് പോവും, സാധനങ്ങൾ വാങ്ങിക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രൊഡക്ഷൻ കൂടുമ്പോൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവും. എല്ലാവരും ലോൺ എടുക്കുകയല്ല, അപ്പോൾ എല്ലാവരും തുണിയൊക്കെ വാങ്ങിക്കുകയല്ല, അപ്പോൾ തുണി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഫാക്ടറി കൂടും, പ്രൊഡക്ഷൻ കൂടും, മൊത്തത്തിൽ എക്കണോമിക് ആക്ടിവിറ്റി പിക്ക് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇതൊരു ലൂപ്പാണ് ആക്ച്വലി. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്കത് റിവൈൻഡ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഇമ്പാക്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത കൺസംഷൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോവർ EMIs മീൻസ് മോർ മണി ഇൻ ഹാൻഡ്സ്. ഹൗസ് ഹോൾഡ് ഇൻക്രീസ് കൂടും, ഡിമാൻഡ് ഓഫ് ഗുഡ് കൂടും. EMI ഒക്കെ കുറച്ച് തരികയല്ലേ, അപ്പോൾ കുറച്ചുകൂടെ പൈസ കിട്ടും, നമ്മൾ കൂടുതൽ ചിലവാക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ എക്സസ് മണി വരും, അതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. സോ ചീപ്പർ മണി ഫ്ലോസ് ഇൻ ദി ഇക്വിറ്റീസ്. കോർപ്പറേറ്റ് പ്രോഫിറ്റ് റൈസ് ചെയ്യും. കമ്പനികൾക്ക് കുറേ കമ്പനികൾ ഷെയർ വിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ഷെയർ മാർക്കറ്റിൽ. അപ്പോൾ ഷെയറുകളൊക്കെ ആൾക്കാർ പൈസ ഉള്ളതുകൊണ്ട് കുറേ വാങ്ങിക്കും. അപ്പോൾ കമ്പനീസിൻ്റെ ഒക്കെ പ്രോഫിറ്റ് കയറും. സ്റ്റോക്ക് മാർക്കറ്റ് വളരെ പോസിറ്റീവ്ലി റിയാക്ട് ചെയ്യും. അപ്പോൾ റേറ്റ് കട്ട് വന്നാൽ, റിപ്പോ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക്, ഇതൊക്കെ പരീക്ഷയ്ക്ക് പ്രിലിംസിന് ചോദിക്കുവർ. ഇങ്ങനെയൊക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, കുറച്ച് പൈസ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കും. ആ സ്റ്റോക്കിൻ്റെ പൈസ കമ്പനിക്കാണല്ലോ കിട്ടുന്നത്, അപ്പോൾ കമ്പനിയുടെ പൈസ കൂടും. സേവിങ്സ് ആൻഡ് ഡെപ്പോസിറ്റ്സ്, ഇവിടെ മാത്രം ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്. നമ്മൾ സാധാരണ FD ഇടുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു 1 കോടി രൂപ ബാങ്കിൽ FD ഇട്ടിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ കട്ട് റേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ കുറയും. അപ്പോൾ പൈസ ബാങ്കിലിട്ട് ജീവിക്കുന്നവരുടെ അവസ്ഥ, എക്സിസ്റ്റിംഗ് കുറയ്ക്കുന്നല്ല പറയുന്നത്, ഇനി ഇടാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ FD റേറ്റ്സ് ഒക്കെ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. അത്രയും നല്ല റേറ്റ്സ് ചിലപ്പോൾ കൊടുക്കില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇൻഫ്ലേഷൻ, മോർ മണി മോർ സ്പെൻഡിങ്. അതുകൊണ്ട് ഒരുപാട് പൈസ വന്നാൽ, ഒരുപാട് സ്പെൻഡിങ് വന്നാൽ, ഒരുപാട് ഇൻഫ്ലേഷൻ വരുന്ന സംഭവത്തിനെ അതുകൊണ്ട് കൺട്രോൾഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗോൾഡ് ലോക്ക് ഫേസ് ആയതുകൊണ്ടാണ് റിപ്പോ റേറ്റ് ഒന്ന് കട്ട് ചെയ്തത്. സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളിത് ചെയ്തത്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റിപ്പോ റേറ്റ് മാറും. അപ്പോൾ ഇത് ഗവൺമെന്റിന് എങ്ങനെയാണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, ഗവൺമെന്റിനും ബെനിഫിറ്റ് ആണ്. കാരണം ഗവൺമെന്റും കടം വാങ്ങിക്കുന്നുണ്ട്. ഗവൺമെന്റ് കടം വാങ്ങിക്കുമ്പോൾ സാധാരണ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ഇത് ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് കടം വാങ്ങിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇവിടുന്ന് കടം വാങ്ങിക്കുന്ന സമയത്ത് അങ്ങോട്ട് കൊടുക്കുന്ന സംഭവമാണ് ട്രഷറി ബിൽസ്, T-ബിൽസ്, അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇതിനും പലിശ കൊടുക്കണമല്ലോ. ഇതിനും നമ്മൾ അങ്ങോട്ട് നമ്മൾ കടം വാങ്ങിക്കുന്നതിനും പലിശ കൊടുക്കണം. അപ്പോൾ ഗവൺമെന്റും കടം വാങ്ങിക്കുന്നതിൽ പലിശ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിപ്പോ റേറ്റ് കട്ട് വന്നാൽ ഗവൺമെന്റിനും കുറഞ്ഞ പലിശ കൊടുത്താൽ മതി. അതായത് ഗവൺമെന്റിനും വളരെ കുറഞ്ഞ പലിശ കൊടുത്താൽ മതി എന്നുള്ള സാധനം. അപ്പോൾ ഗവൺമെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ, അത്രയ്ക്ക് പലിശ കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഈ റിപ്പോ റേറ്റ് കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനും കുറച്ച് പലിശ കൊടുത്താൽ മതി, കുറച്ച് പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഗവൺമെന്റിന് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗവൺമെന്റിന് കൂടുതൽ കടം വാങ്ങിക്കാൻ പറ്റും, കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് പലിശ കൊടുത്താൽ മതി, കൂടുതൽ വരുമാനം കിട്ടുന്നുള്ളൊരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വളരെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വെച്ചിട്ടാണല്ലോ റോഡ്, റെയിൽവേ, പോർട്ട്, പവർ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയാണല്ലോ. സാധാരണ ഇതൊക്കെ എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് കടം വാങ്ങിക്കും, അല്ലെങ്കിൽ ഡെറ്റ് റേസ് ചെയ്യും. ഇതിനൊക്കെ പലിശ കൊടുക്കണം. പക്ഷെ ഇപ്പോൾ റിപ്പോ റേറ്റ് കട്ടായതുകൊണ്ട് കുറച്ച് പലിശ കൊടുത്താൽ മതി. അപ്പോൾ കൂടുതൽ ഫണ്ട് വരുന്നുണ്ട്. ഇമാജിൻ, പണ്ട് 100 രൂപ കൊടുക്കേണ്ട സമയത്ത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു 70 രൂപ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ 30 രൂപയുടെ ലാഭം അവിടെ വന്നിട്ടുണ്ട്. പിന്നെ പലിശ കുറവായതുകൊണ്ട് ഇനിയും വേണമെങ്കിൽ ഡെറ്റ് എടുക്കാം, വേണമെങ്കിൽ ഡെറ്റ് ഇനി എടുക്കാം. അപ്പോൾ കൂടുതൽ പൈസ ഇടുമ്പോൾ ഗവൺമെന്റിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഗവൺമെന്റ് ക്യാൻ ബോറോ ദ സെയിം എമൗണ്ട് അറ്റ് ലോവർ കോസ്റ്റ്, ബോറോ സ്ലൈറ്റ്ലി മോർ വിത്തൗട്ട് ദ ഫിസിക്കൽ ഡെഫിസിറ്റ്.
ടെൻഷൻ ഇല്ലാതെ ഇനിയും വേണമെങ്കിൽ കടം വാങ്ങിച്ച് ഇതൊക്കെ ബിൽഡ് ചെയ്യാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടാൻ പറ്റും. സോ കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കി എന്ത് പറ്റും, ഗവൺമെന്റിന് കൂടുതൽ ജോബ് കിട്ടും. സ്റ്റീൽ, സിമെന്റ്, മെഷീനറി അങ്ങനെ എല്ലാം ₹1 സ്പെൻഡ് ചെയ്താൽ ₹1 കൂടുതലുള്ള ഔട്ട്പുട്ട് ഗവൺമെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആലോചിച്ച് ഒരു ചെറിയ റിപ്പോ കട്ടിന് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഇതാണ് കുറച്ച് ഡിഫിക്കൽട്ട് ടോപ്പിക്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇത് പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിക്കുന്നതാണ്. ദാറ്റ്സ് വൈ ഐ എം എക്സ്പ്ലെയിനിങ് ദിസ്. എക്സ്ചേഞ്ച് റേറ്റിൽ റിപ്പോ റേറ്റ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടാവും. റുപ്പി എന്ന് പറയുന്ന റുപ്പിയുടെ വാല്യൂന് ചെറിയൊരു പ്രശ്നം വരും. ഡോളറിന്റെ അഗൈൻസ്റ്റ് റുപ്പിയുടെ വാല്യൂ ഒരു ചെറിയ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റിൽ ചെറിയൊരു റുപ്പിക്ക് പ്രശ്നം വരുന്നത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഡോളേഴ്സ് കൊണ്ടിട്ട് പറയും ഞാൻ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്, കാരണം ഇവിടെ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, പല രാജ്യത്തിനെക്കാട്ടും കൂടുതൽ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡോളർ എല്ലാം അവർ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നല്ലതല്ലേ, ഡോളർ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കുറേ സംഭവം വാങ്ങിക്കാൻ പറ്റും. ഇതെല്ലാം ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. നമ്മുടെ ഗവൺമെന്റ് ബോണ്ട് മാർക്കറ്റിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ബാങ്കിലും കമ്പനീസിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യും, കാരണം നല്ല റിട്ടേൺസ് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് RBI റിപ്പോ റേറ്റ് കട്ട് ചെയ്യാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തു, റിസർവ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റർ തിങ്ക് ചെയ്യും അയ്യോ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇതിവിടെ റിട്ടേൺസ് കുറയാൻ സാധ്യതയുണ്ടല്ലോ, അപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിയല്ല, ഈ പൈസ നമുക്ക് തിരിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ റുപ്പിയിലുള്ളത് നമ്മൾ തിരിച്ച് ഡോളറിലേക്ക് ആക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് റുപ്പി പോകുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ when investors leave they convert rupees back into dollars, demand for dollar rises, റുപ്പി ചെറുതായിട്ട് ഈ പടത്തിൽ കാണുന്ന പോലെ ചെറുതായിട്ട് താഴെ വീഴും. സോ ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ നിന്ന് ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് റിപ്പോ റേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത റുപ്പി എല്ലാം തിരിച്ച് ഡോളറിലേക്ക് ആക്കുമ്പോൾ ഈ റുപ്പിയുടെ വില ചെറുതായിട്ടൊന്ന് താഴും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വലിയൊരു ടോപ്പിക്കാണ്, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും വലിയൊരു ടോപ്പിക്കാണ് ഞാനിവിടെ പഠിപ്പിച്ചത്. അപ്പോൾ റിപ്പോ റേറ്റ്, അപ്പോൾ RBI ഇത് കുറച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ബാങ്ക് കൂടുതൽ പൈസ RBIയുടെ നിന്ന് കടം വാങ്ങിക്കുകയാണെങ്കിൽ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഫണ്ടിങ് കൂടും, സ്പെൻഡിങ് കൂടും, എക്കോണമിയിൽ കൺസംഷൻ കൂടും, ഒരുപാട് കാര്യങ്ങൾ കൂടും. ഇതിനി ഓർത്ത് വെക്കുക, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോഴേ പഠിച്ചു വെക്കുക. Now moving on to the next topic, the small denomination currency notes in India mismatch. ഇത് ചെറിയ അവിടുത്തെ ബാങ്കിങ് യൂണിയൻ ആണ് പറയുന്നത് ഷോർട്ടേജ് ഓഫ് സ്മോൾ ഡിനോമിനേഷൻ നോട്ട്സ് ഇല്ല, ഇത് വലിയൊരു സപ്ലൈ മിസ്മാച്ച് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം നമുക്ക് മനസ്സിലാക്കാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 500 രൂപയുടെ നോട്ടും പണ്ട് നമുക്ക് 2000 ഒക്കെ ഉണ്ടെന്ന്, അപ്പോൾ 500 രൂപ അല്ലാതെ ചെറിയ നോട്ടുകളുണ്ട് 20, ഈ ചെറിയ ഡിനോമിനേഷൻ സ്മോൾ ഡിനോമിനേഷൻസ് കറൻസി കിട്ടുന്നില്ല ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ചെറിയ നോട്ടില്ല. എല്ലാവരുടെ കയ്യിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ചേഞ്ച് കിട്ടാൻ വലിയ പാടാണ്, കാരണം ചേഞ്ച് ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. സോ വാട്ട് ഈസ് ദ ഇഷ്യൂ? ഓൾ ഇന്ത്യ റിസർവ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ പറഞ്ഞു അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് സ്മോൾ ഡിനോമിനേഷൻ കറൻസി ഉണ്ട്, പ്രത്യേകിച്ച് സെമി അർബൻ റൂറൽ ഏരിയാസിൽ 10 രൂപ 20 രൂപ 50 രൂപയുടെ ഒന്നും ഡിനോമിനേഷൻസ് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ചെറിയ കടക്കാർക്കും ഇതിനൊന്നും ഫണ്ട്സ് ഇല്ല, സപ്ലൈ കുറഞ്ഞു പോയി. സോ അത് എക്കോണമിക്ക് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 100 രൂപ 200 രൂപ 500 രൂപയുടെ നോട്ടിന് പ്രശ്നമില്ല. ATMs കൂടുതലും ഇതാണ് ഡിസ്പെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി സർക്കുലേഷന് ചെറിയ ഡിനോമിനേഷൻസ് കുറയുമ്പോൾ സാധാരണക്കാരൻ്റെ എക്കോണമിയിൽ സാധാരണക്കാരന് ഡിഫിക്കൽട്ടി ഉണ്ടാവുമ്പോൾ അതൊരു പ്രശ്നമാണെന്നാണ് ഈ പാരഡോക്സ് പറയുന്നത്. സോ ദെൻ യു ഹാവ് എ കറൻസി ഇംബാലൻസ്ഡ് സിസ്റ്റം, ഒരു കറൻസി ഇംബാലൻസ് സിസ്റ്റം ഉണ്ടാവും. ഹൈ വാല്യൂ നോട്ട്സ് ഉണ്ട്, പക്ഷേ ചേഞ്ച് മണി ഇല്ല എന്ന് പറയുന്ന സംഭവത്തിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ എത്തുന്നത്. അത് നല്ലതല്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു വോള്യൂം സൈസും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ആർട്ടിക്കിൾ നമുക്ക് ഇതിനകത്ത് നിന്ന് അങ്ങനെ യൂസ് ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു വോള്യൂം സൈസും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എന്താണ് ഇത് സ്മോൾ നോട്ട്സ് വളരെ എന്തെന്ന് വെച്ചാൽ ഓട്ടോ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഓട്ടോ തന്നെയാണ്, റിക്ഷ, കിരാന, ഗ്രോസറി സ്റ്റോഴ്സ്, റൂറൽ മാർക്കറ്റ്സ്, ഇൻഫോർമൽ എക്കോണമി, സ്മോൾ വാല്യൂ ട്രാൻസാക്ഷൻസ് എല്ലാം എക്കോണമിയിൽ ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ കറൻസി സപ്ലൈ ഇല്ലാത്തതുകൊണ്ടാണത്. വി നീഡ് ടു ഇൻക്രീസ് ദ സപ്ലൈ. അപ്പോൾ ആ സപ്ലൈ മാറണമെങ്കിൽ ഇത് ചെറിയ ഡെനോമിനേഷൻ കൊടുക്കാനില്ല, കാരണം കറൻസി ചെസ് നിന്ന് കിട്ടുന്നില്ല, ബാങ്കിനും കിട്ടുന്നില്ല. പ്രയോറിറ്റി ഹയർ നോട്ടിനാണ് പോകുന്നത്. ATM ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ചെറിയ നോട്ട്സ് കൊടുക്കാൻ നമ്മുടെ സിസ്റ്റം എക്യുപ്ഡും അല്ല. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. RBIയുടെ പഴയ ഒരു രീതി ഉണ്ടായിരുന്നു, അതായത് RBI ഹാഡ് കോയിൻസ് മതി അല്ലെങ്കിൽ കൂടുതൽ കോയിൻ അടിച്ചാലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പണ്ട് കോയിൻ റീപ്ലേസ് ചെയ്തിരുന്നു, കോയിൻസ് വെർ മോർ ഡ്യൂറബിൾ ദാൻ പേപ്പർ നോട്ട്സ്. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെറ്റൽ
സ്കേസ് റിസോഴ്സ് ആണ്. ഇത് മെറ്റൽ കോയിൻ പ്രിന്റ് ചെയ്യണമെങ്കിൽ മെറ്റൽ വേണ്ടേ? അപ്പം മെറ്റൽ ഒരു സ്കേസ് റിസോഴ്സ് ആയതുകൊണ്ട് ഒരുപാട് മെറ്റൽ അടിച്ചു വെക്കുന്നതിനെക്കാട്ടും പേപ്പർ ആയിരിക്കും കുറച്ചുകൂടെ കോയിൻ ഫീസിബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നുണ്ട് റിവൈവ് കോയിൻ മേലാസ്. RBI ഇങ്ങനെ കോയിൻ മേല കൊണ്ടുവരും. പഞ്ചായത്തിലും കോപ്പറേറ്റീവിലും RRBയിലും സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇതേ പടത്തിൽ കാണുന്ന പോലെ വരുന്നവർക്കെല്ലാം പാക്കറ്റ് ഫ്രീ ആയിട്ടല്ല, പൈസ കൊടുക്കണം, കോയിൻ കൊടുത്തു വിടും. സോ ഒരു തരത്തിൽ ഈ സപ്ലൈ മിസ്മാച്ച് മാനേജ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന മെഷേഴ്സ് ആണ് ഇതൊക്കെ. നിങ്ങൾക്ക് പ്രിലിംസിലോ മെയിൻസിലോ ഒക്കെ എവിടെ വേണമെങ്കിലും എഴുതാവുന്നതാണ് ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ് കറൻസി ഇൻ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ? ദ കറൻസി ഇൻ സർക്കുലേഷൻ മീൻസ് ഡെഫിനറ്റ്ലി യു ഹാവ് ദ ബാങ്ക് നോട്ട്സ്, യു ഹാവ് ദ കോയിൻ ആൻഡ് യു ഹാവ് ദ CBDC, ദ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. ഇതൊക്കെയാണ് നമ്മുടെ കറൻസി ഇൻ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോയിൻസും നോട്ട്സും അല്ല, CBDC ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട സംഭവം പറയുന്നുണ്ട്, ബാങ്ക് നോട്ട്സിന്റെ സർക്കുലേഷൻ 6% കൂടി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇമാജിൻ 100 രൂപയായിരുന്നു പണ്ട് സർക്കുലേറ്റ് ചെയ്തിരുന്ന വാല്യൂ എന്ന് വിചാരിക്കുക. ഇപ്പൊ ബാങ്ക് നോട്ട് സർക്കുലേറ്റ് ചെയ്ത് അതിന്റെ വാല്യൂ 106 ആയിട്ടുണ്ട്, 6% കൂടി. സോ മോർ മണി വാല്യൂ ഇസ് മൂവിങ് അറൌണ്ട്. അതാണ് 6% ബാങ്ക് നോട്ടിന്റെ വാല്യൂ കൂടി എന്നുള്ളത്. ഇനി ബാങ്ക് നോട്ടിന്റെ വോളിയം കൂടി, 5.5% വോളിയം കൂടി എന്ന് പറയുമ്പോൾ ദ നമ്പർ ഓഫ് പേപ്പർ ഹാസ് ഇൻക്രീസ്ഡ്. പണ്ട് 100 രൂപ 100 നോട്ട് എന്ന് പറയുന്ന സംഭവം ഇന്ന് 106 നോട്ടായിട്ട് മാറി ഡിമാൻഡ്. സോ മോർ പീസസ് ഓഫ് നോട്ട്സ് ആർ ബീങ് യൂസ്ഡ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് നോട്ടല്ല, നോട്ടിന്റെ ബാങ്ക് നോട്ടിന്റെ വാല്യൂ ആണ് 6% കൂടിയത്. ഇവിടെ നോട്ടിന്റെ വോളിയം, പേപ്പർ പീസ് കൂടി ഓൾമോസ്റ്റ് 5.6% കൂടിയിട്ടുണ്ട്. അപ്പോൾ ട്രാൻസാക്ഷൻസ് കൂടുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആൻഡ് 500 രൂപയുടെ വാല്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതും RBIയുടെ റിപ്പോർട്ട് പറയുന്ന സംഭവമാണ്. 500 രൂപ എന്ന് പറയുന്നത് ടോട്ടൽ മണി വാല്യൂന്റെ 86% ഇസ് കമ്മിങ് ഫ്രം 500 നോട്ട്സ്. സി ഓൾ ദീസ് ക്യാൻ ബി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ യുവർ പ്രിലിംസ്. എവിടെ നിന്നാണ് കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്? 10,000 രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു ടേബിളിൽ 10 രൂപ, 20 രൂപ, 50 രൂപ, 100 രൂപ, 500 രൂപയുണ്ട്. ഈ 10,000 ഉണ്ടാവാൻ ഏറ്റവും കൂടുന്നത് എന്തെന്ന് വെച്ചാൽ 86%, 8,600 രൂപ എന്ന് പറയുന്നത് 500 നോട്ടിൽ നിന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ദ കീ ഫാക്ട് ഹിയർ. 10,000 രൂപയിൽ 8,600 രൂപ എന്ന് പറയുന്നത് 500 നോട്ടിൽ നിന്നാണ് വരുന്നത്. ബാക്കി 1,400 മാത്രമേ ബാക്കിയുള്ള ഡിനോമിനേഷൻ വരുന്നുള്ളൂ. അപ്പോൾ 500ന്റെ വാല്യൂ ഇസ് ഇൻ ദ എക്കണോമിക് സിസ്റ്റം ഇസ് വെരി ഹൈ. കറൻസി മാർക്കറ്റിൽ 86% ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതൊരു വാല്യൂ എന്ന രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. Now quickly moving on to the next topic, US-Russia sanctions bill, its implications for India. പരസ്യം ഇത് കണ്ടോ? പത്രത്തിന്റെ തലക്കെട്ട് കാണുമ്പോൾ തന്നെ അറിയാം, ട്രംപ് ഇസ് ഓക്കേയിങ് ഫോർ 500%. 500% ടാരിഫാണ് റഷ്യൻ ഓയിലിൽ. ത്രെറ്റനിങ് 500%. ഇങ്ങനെയൊക്കെ അടിച്ചാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ വളരെ ക്വിക്കായിട്ട് പറയാം. ഒബ്വിയസ്ലി ദ സ്റ്റോറി ഇസ് ലൈക്ക് ദിസ്. യു ഹാവ് റഷ്യ ഓൺ ദ വൺ സൈഡ് and you have United States of America on the other side. So obviously റഷ്യനെ വളരെ സ്റ്റോറി പെട്ടെന്ന് പറഞ്ഞു തരാം. സോ റഷ്യ USA പ്രോബ്ലം വരുന്ന സമയത്ത് റഷ്യനെ ഓൾറെഡി അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല. അത് പണ്ട് തൊട്ടേ ഇഷ്ടമല്ല. ഹിസ്റ്റോറിക്കലി ദേ ഡോണ്ട് ലൈക്ക് ദ റഷ്യൻ പീപ്പിൾ. ആൻഡ് ഇപ്പോൾ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ റഷ്യ യുക്രൈൻ വാർ നടക്കുന്നുണ്ട്. റഷ്യ ഈസ് ഏർണിംഗ് എ ലോട്ട് ഓഫ് മണി ത്രൂ ഓയിൽ. റഷ്യൻ ഓയിൽ വിറ്റാണ് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നത്. സോ USA ഡെഫിനറ്റ്ലി റഷ്യനെ ഇഷ്ടമല്ല. അപ്പോൾ റഷ്യനെ ഒന്ന് തകർക്കാൻ വേണ്ടി അവർ ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ദേ ഇഷ്യൂഡ് സാങ്ഷൻസ്. സാങ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നു. അതായത് റഷ്യക്ക് ചുറ്റും ഒരു വലയം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു ഫോർ ഈസി പർപ്പസ്. അതായത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കാം. റഷ്യയുടെ ചുറ്റും ഇങ്ങനെ ഒരു വാല്യൂ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു ഇവിടെ കുറേ രാജ്യങ്ങളുണ്ട്, സാങ്ഷൻസ് പ്രഖ്യാപിച്ചു. ഇവിടെ കുറേ രാജ്യങ്ങളുണ്ട്. അതായത് USA പറഞ്ഞു ഈ രാജ്യങ്ങൾ റഷ്യക്കെതിരെ സാങ്ഷൻസ് പ്രഖ്യാപിച്ചു. അതിൻ്റെ അർത്ഥം റഷ്യ ആയിട്ട് ആര് ട്രേഡ് ചെയ്താലും ആ സാങ്ഷൻസ് അവരുടെ മേലിലും ഉണ്ടാവും. ഇവരായിട്ട് അപ്പോൾ റഷ്യയായിട്ട് ട്രേഡ് ചെയ്യാൻ അപ്പോൾ പേടിച്ചിട്ട് USA പറയാണ് നിങ്ങൾ ട്രേഡ് ചെയ്താൽ നിങ്ങൾക്കും സാങ്ഷൻ കിട്ടും. അപ്പോൾ ഞങ്ങൾ USA നിങ്ങളോട് ട്രേഡ് ചെയ്യില്ല, ഞങ്ങൾ നിങ്ങളോട് ട്രേഡ് ചെയ്യില്ല. അപ്പോൾ ഇവരെല്ലാം പേടിച്ചിട്ട് ഇവരെല്ലാം റഷ്യ ആയിട്ടുള്ള ട്രേഡ് കട്ട് ചെയ്യാൻ ശ്രമിക്കും. ഒരു തരത്തിൽ റഷ്യനെ ഒറ്റപ്പെടുത്തുന്ന രീതിയാണ് ഈ സാങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അവർ സാങ്ഷൻസിന്റെ അടുത്ത ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യ ആയിട്ട് ബന്ധപ്പെട്ട് റഷ്യൻ ഓയിൽ റഷ്യയായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയാണോ ഇടപെടുന്നത്, റഷ്യൻ ഓയിൽ ആരൊക്കെ വാങ്ങിക്കുന്നു, ഇവർക്കൊക്കെ 500% ടാരിഫ് ഞങ്ങൾ അടിക്കും. അമേരിക്ക പറഞ്ഞ സംഭവമാണ്. നിങ്ങൾ റഷ്യയുടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ 500% ടാരിഫ് ആയിരിക്കും നിങ്ങളുടെ മേത്ത് ചുമത്താൻ പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഗുഡ്സ്
അപ്പോൾ ഈ ടാരിഫിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് ടാരിഫ് എന്ന് പറയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഇത് US മാർക്കറ്റാണ്. ഇറ്റ് ഈസ് ദ US മാർക്കറ്റ്. ഇവിടെ ലോകത്തിന്റെ പല ഭാഗത്ത് പല രാജ്യങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാക്കാം, പല രാജ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം. എല്ലാവരും അമേരിക്കയിലേക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇവിടം വരെ നമ്മുടെ ട്രേഡ്, നമ്മുടെ ഗുഡ്സ് ഇവിടെ കൊണ്ടേ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഗുഡ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗുഡ്സ് കൊടുക്കുമ്പോൾ ഇമാജിൻ നമ്മളിവിടെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഗുഡെല്ലാം 10 രൂപയുടെ ഗുഡാണെന്ന് വിചാരിക്കുക. 10 രൂപയുടെ ഗുഡാണ്. സാധാരണ അമേരിക്കൻ ഇവിടെ വരുന്ന സമയത്ത് ചില ഡ്യൂട്ടീസും ടാരിഫ് എന്നൊക്കെ പറയും, ചെറിയ രീതിയിലൊക്കെ ഒരു ടാരിഫൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചെറിയ പെർസെൻ്റ് ഉണ്ടെന്ന് പറയും, ഇപ്പോൾ ചെറിയൊരു പെർസെൻറ്റ് ടാരിഫ് ഉണ്ട്. അപ്പോൾ 10 രൂപയുടെ സാധനം അമേരിക്കൻ മാർക്കറ്റിൽ സെല്ല് ചെയ്യുമ്പോൾ 13 രൂപയാവും. 3 രൂപ എക്സ്ട്രാ കൂടി എന്നൊക്കെ വിചാരിച്ചു. ചില സമയത്ത് 10 രൂപയ്ക്ക് തന്നെ കയറും. അവർ എക്സംഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ കയറും, 10 രൂപയ്ക്ക് തന്നെ വിൽക്കാം. അപ്പോൾ ഈ വിറ്റ പൈസ രാജ്യത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ നല്ല ലാഭം കിട്ടും. പക്ഷേ ഇവിടെ 500% ടാരിഫ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഗുഡുകളൊന്നും ഇത്രയും വില കൊടുത്ത് അമേരിക്കൻ മാർക്കറ്റിൽ ആരും വാങ്ങില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്ത് ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ട്. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ വരുമാനം ഈ സാധനം ഇവിടെ നിന്ന് ഉണ്ടാക്കി ഈ രാജ്യം അമേരിക്കയിലേക്ക് വിറ്റ് ഈ പൈസ തിരിച്ച് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിലേക്ക് വന്ന് ഈ ഇൻഡസ്ട്രിക്ക് കിട്ടി സാധാരണക്കാരന് കിട്ടുമ്പോഴാണ് അവന് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. ഇവിടെ ഈ പ്രോഡക്റ്റ് വിറ്റില്ല എങ്കിൽ ഈ രാജ്യവും ഈ രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയും ഇതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആൾക്കാരെല്ലാം പട്ടിണിയാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്കണോമിക് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അമേരിക്ക ടാരിഫ് അടിച്ചാൽ എന്ത് വ്യത്യാസം വരുന്നെന്നുള്ളത് ഇതാണ്. ഇനി വൈസ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ റിവൈൻഡ് ചെയ്യാം, നമുക്ക് ക്ലാസ് ആയിരുന്നെങ്കിൽ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് ഇറ്റ്സ് എ വീഡിയോ സെഷൻ, യു ക്യാൻ ഗോ ബാക്ക്. വാട്ട് ഇസ് റഷ്യൻ സാങ്ഷൻസ് ബിൽ ബീങ് പ്രപ്പോസ് ഇൻ ദ US? റഷ്യൻ സാങ്ഷൻ ബില്ല് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു സംഭവം, അവിടുത്തെ പറഞ്ഞിരിക്കുന്നത് 500% ടാരിഫ് ഓൺ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ടഡ് ഇൻ ടു ദ US ഫ്രം കൺട്രീസ് ദാറ്റ് നോയിങ്ലി ട്രേഡ്. റഷ്യൻ ട്രേഡും യുറാനിയം പ്രൊഡക്ട്സും പെട്രോളിയം പ്രൊഡക്ട്സ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന രാജ്യങ്ങൾക്കെല്ലാം. ആൻഡ് ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് എക്സ്പോർട്ടർ, ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് ഇമ്പോർട്ടർ ഫ്രം റഷ്യ. ഇന്ത്യ റഷ്യയിൽ നിന്നാണ് ഒരുപാട് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഫിക്ഷണൽ രാജ്യം, ചുമ്മാ ഒരു ഫ്ലാഗ് ഒരു രാജ്യമാണെന്ന് വിചാരിക്കുക. അവർ ഓൾറെഡി റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ തിയറി അനുസരിച്ച് 500% ടാരിഫ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു രാജ്യം എന്ന് വിചാരിക്കുക, ഇന്ത്യൻ ഷർട്ട് എന്ന് തന്നെ വിചാരിക്കുക. നമ്മൾ സാധാരണ ഒരു ഇന്ത്യൻ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഒരു $10 നമ്മളൊരു ഷർട്ട് അമേരിക്കയിലേക്ക് കൊടുക്കുന്നത്. ലെറ്റ്സ് ടേക്ക് എ ഗുഡ് എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്ക് അമേരിക്കയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് $10 ഈ ഷർട്ടിൻ്റെ വില. 500% ടാരിഫ് എന്ന് പറയുമ്പോൾ 500% ഓഫ് $10 ഇസ് $50 ആഡഡ്. അപ്പോൾ ഏകദേശം $50 എക്സ്ട്രാ വന്നു. 500% ഓഫ് $10 എന്ന് പറയുന്നത് $50 ആണ്. അപ്പോൾ നമ്മൾ സാധാരണ 10 രൂപയ്ക്ക് $10 വിൽക്കുന്ന സാധനത്തിൻ്റെ കൂടെ $50 കൂടെ ആഡ് ചെയ്തപ്പോൾ $60 ആയി. ഏകദേശം $1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 82 സംതിങ് ഒക്കെ നോക്കുമ്പോൾ ഇത്രയും ഡോളർ വരുമ്പോൾ എത്ര രൂപയാണെന്ന് വിചാരിച്ചോളൂ. $10 കിട്ടുന്ന ഷർട്ട് $60 ആയി മാറി. ആരെങ്കിലും ഈ ഷർട്ട് വാങ്ങിക്കും? ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കേണ്ടത് അങ്ങനെ വാങ്ങിക്കേണ്ട സാധനമൊന്നുമല്ല. സോ എവ്രിബഡി വിൽ സ്റ്റാർട്ട് ഇഗ്നോറിങ് ദ ഇന്ത്യൻ പ്രൊഡക്റ്റ്. നോ US buyer വിൽ പർച്ചേസ് ഇറ്റ്. കൊമേഴ്ഷ്യലി വയബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രൊഡക്റ്റ് കെട്ടിക്കിടക്കും. ഇന്ത്യൻ പ്രൊഡക്ട്സ് വിറ്റിരുന്ന ആൾക്കാരുടെ അവസ്ഥ വളരെ മോശമാവും. ഇതാണ് ടാരിഫ് വാർ അല്ലെങ്കിൽ ടാരിഫിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അഡീഷണൽ സാങ്ഷൻസ് ഉണ്ട്. റഷ്യൻ പ്രസിഡന്റിന്റെ മേലിൽ സാങ്ഷൻ ഉണ്ട്, റഷ്യൻ മിലിറ്ററി കമാൻഡേഴ്സിന്റെ മേലിലുണ്ട്, റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്ന ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടാരിഫിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ വാല്യൂ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഓൾറെഡി 50% ടാരിഫ്, ഇന്ത്യക്ക് റെസിപ്രോക്കൽ ടാരിഫ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി 50% ടാരിഫ് ഉണ്ട്. റഷ്യ ഇനി അതിൻ്റെ ഇടയിൽ കൂടെ 500 കൂടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അമേരിക്കയിലേക്ക് പോകുന്ന ഇമ്പാക്ട് ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് എന്താ? ഏകദേശം $85 ബില്യൺ ആണ് നമ്മുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് അമേരിക്കയിലേക്ക്. 500% ടാരിഫ് വന്ന് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. ഒരു പ്രൊഡക്റ്റ് പോലും അമേരിക്കയിൽ വിൽക്കില്ല, ആരും വാങ്ങിക്കില്ല. അവിടെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. സോ ഏറ്റവും റിസ്ക് എന്ന് പറഞ്ഞാൽ ലേബർ ഇൻറ്റൻസീവ് ടെക്സ്റ്റൈൽ, ഫുട്വെയർ, മറൈൻ പ്രൊഡക്ട്സ്, ഇതെല്ലാം US മാർക്കറ്റിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ഇതൊന്നും അകത്തേക്ക് ഇനി അമേരിക്കയിലേക്ക് പോകില്ല. അപ്പോൾ ഇതെല്ലാം ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എല്ലാം ബുദ്ധിമുട്ടിലേക്കാവും. വിൽ ആക്ച്വലി ക്രിയേറ്റ് എ ബിഗ് പ്രോബ്ലം. ഇതിന് പ്രോഫിറ്റ് മാർജിനും കുറവാണ്. ഇനി ചില കാര്യങ്ങളുണ്ട് നമുക്ക് എക്സ്ക്ലൂഡഡ് ഫ്രം റെസിപ്രോക്കൽ ടാരിഫ്. അമേരിക്ക നമുക്ക് തരുന്ന കുറച്ച് എക്സംഷൻ ഉണ്ട്. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽ, കോഫി, ടീ, അതേപോലെ മൊബൈൽ ഫോൺ എക്സ്പോർട്ട്. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഈ എക്സംഷൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയും തകരും. ഇത്രയും കാണുന്ന എക്സംഷനുള്ള ഈ ഇൻഡസ്ട്രീസും തകർന്നു കിട്ടും. ഇതും പ്രശ്നമാവും.
ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതിനകത്ത് വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത്, ചൈനയ്ക്ക് ഈ പ്രശ്നമില്ല. 500% ടാരിഫ് വന്നതിന് ചൈനയെ ബാധിക്കുന്നില്ല. അതെന്താ ഇന്ത്യനെ ബാധിക്കുന്നുണ്ട്, ചൈന ബാധിക്കുന്നില്ല എന്ന് പറയാൻ കാരണം, അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ചൈനയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സാണ്. നമ്മൾ ഈ കാണുന്ന പോലെ ലെതർ, ടെക്സ്റ്റൈല്, ഫാർമ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമല്ല എക്സ്പോർട്ട് ചെയ്യുന്നത്. ചൈനയ്ക്ക് $1 trillion ആണ് സർപ്ലസ് വരുന്നത്. കാരണം ചൈനയുടെ പ്രസൻസ് സൺറൈസ് സെക്ടേഴ്സിൽ വളരെ ഹൈ ആണ്. എന്താണ് ഈ സൺറൈസ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ റാപ്പിഡ്ലി ഗ്രോയിങ് ഇൻഡസ്ട്രി, AI, ഗ്രീൻ എനർജി, ബയോടെക്, ഡിജിറ്റൽ എക്കോണമി, ഇങ്ങനത്തെ കുറേ പ്രൊഡക്റ്റിൽ ചൈനീസ് ഭയങ്കര ഫാസ്റ്റ് സെല്ലിംഗ് ആണ്. നമ്മളിപ്പോഴും ലെതർ, ടെക്സ്റ്റൈൽ, ഗാർമെന്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇവരുടെ ഈ ഇൻഡസ്ട്രി ഭയങ്കര ഹൈ ആണ്. പിന്നെ അവരുടെ കയ്യിൽ ക്രിട്ടിക്കൽ മിനറൽസും ഉണ്ട്. വളരെ ഡൈവേഴ്സ്ഡ് എക്സ്പോർട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ അമേരിക്ക മാത്രം ലോകത്തെ പല ഭാഗത്തേക്കും സെയിൽ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ആ ബുദ്ധിമുട്ട് തോന്നുന്നില്ല എന്ന് പറയുന്നൊരു. ചൈന ഈസ് ദ ലാർജസ്റ്റ് ബയർ ഓഫ് റഷ്യൻ ഓയിൽ. പക്ഷെ അപ്പോഴും അവർക്ക് എക്കണോമി കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അമേരിക്കൻ ടാരിഫിനെ പ്രഷർ തടഞ്ഞു നിർത്താനുള്ള വരുമാനം വേറെ സൈഡിൽ നിന്നുണ്ട്. പക്ഷെ ഇന്ത്യക്ക് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. സോ പിന്നെ ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ടെക്നോളജി ഇൻറ്റൻസീവ് അല്ല, വളരെ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ആർ ബീങ് റീപ്ലേസ് ബൈ കോമ്പറ്റീറ്റേഴ്സ്. നമ്മൾ ഇന്ത്യൻ പ്രൊഡക്റ്റ് വെക്കുന്ന ഇതേ സംഭവം ഇഷ്ടം പോലെ കോമ്പിനേഷനിൽ സ്പാനിഷ് മാർക്കറ്റിലും മെക്സിക്കൻ മാർക്കറ്റിലും വിയറ്റ്നാമീസ് മാർക്കറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ അവർ സ്പാനിഷ് മെറ്റീരിയലോ മെക്സിക്കൻ പ്രൊഡക്റ്റോ വാങ്ങിച്ച് ഉപയോഗിച്ചോളും. അതുകൊണ്ട് ഇന്ത്യൻ ഗുഡ്സ് ആർ വെരി ഈസിലി സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്. അതും പ്രത്യേകം ഓർത്ത് വെക്കുക, ടെക്നോളജിക്കൽ ഇൻറ്റൻസീവ് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് നൗ ക്വിക്ലി മൂവിംഗ് ഓൺ ടു വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ്, ഇതിനകത്ത് തന്നെ ഇൻസ്പയർ ചെയ്തൊരു ടോപ്പിക്കാണ് ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട്, IEEPA. ഇത് ഇന്ത്യയുടെ അല്ല, അമേരിക്കൻ പ്രസിഡന്റിന്റെ പവറാണത്. പ്രസിഡന്റിന് പവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അതായത് നമുക്ക് ആ കഥയൊന്ന് പെട്ടെന്ന്, അതിന്റെ കഥ പോലെ ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇവിടെ US പ്രസിഡന്റ് ഉണ്ടോ എന്ന് വിചാരിക്കാം. ഇത് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇവിടെയുണ്ട്. US പ്രസിഡന്റിന് ഒരു പ്രശ്നം തോന്നുകയാണ്, ദാറ്റ് ദർ ഇസ് എൻ എമർജൻസി. ഒരു എമർജൻസി ഉണ്ട്. അമേരിക്കയുടെ എന്തെങ്കിലും സോവറിനിറ്റിക്കോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വന്നു, ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ എമർജൻസി എന്ന രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് വേണമെങ്കിൽ എക്കണോമിക് ഇമ്പാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. സാങ്ഷൻസ് പോലത്തെ കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ വെക്കാം. അവർ നമ്മളെ തകർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ തകർച്ച അമേരിക്കയുടെ എമർജൻസി സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രസിഡന്റ് ഒരു ബട്ടൺ ഞെക്കുന്ന പോലെ ഈ IEEPA അനുസരിച്ചിട്ട് രാജ്യത്തിന്റെ മുകളിൽ XY എന്ന രാജ്യങ്ങളുടെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ സാങ്ഷൻസ് പ്രഖ്യാപിക്കാം. അത് അമേരിക്കയുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ്. പക്ഷെ അത് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ മാത്രമേ അമേരിക്കയ്ക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് എമർജൻസി ഉണ്ട്, എന്ത് പറഞ്ഞാലും എമർജൻസി ഉണ്ട്. അപ്പൊ IEEPA അനുസരിച്ചിട്ട് ഞാൻ റഷ്യ ടാർഗറ്റ് ചെയ്യാൻ പോവുക, ഇറാനെ ടാർഗറ്റ് ചെയ്യാൻ പോവുക. ഇതെന്ന് പറഞ്ഞാൽ വാർ അല്ല. ദർ ഇസ് നോ സോൾജേഴ്സ് ഇൻവോൾവ്, ഓൺലി എക്കണോമിക് പവർ. രാജ്യത്തിന്റെ എക്കണോമി തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ എമർജൻസി ശരിക്കും ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ അമേരിക്കൻ സുപ്രീം കോടതി ചർച്ച ചെയ്യുന്നത്. ഇമാജിൻ അമേരിക്കൻ ആസ് എ ബിഗ് ഹൗസ്, ട്രേഡ് പോകുന്നുണ്ട്, മണി പോകുന്നുണ്ട്, ബാങ്ക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് someone is trying to harm the house, പുറത്തുനിന്ന് നമ്മുടെ സ്റ്റെബിലിറ്റി കളയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് പിക്ചർ വെരി ക്ലിയർലി. അങ്ങനെ നമ്മുടെ സംഭവം പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു എമർജൻസി ബട്ടൺ ഉണ്ട്. ദിസ് ബട്ടൺ ഇസ് കോൾഡ് ദി ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട്, IEEPA. ഡേഞ്ചർ ഈസ് ഓൾവേസ് ഫോറിൻ ആൻഡ് സീരിയസ്. മറ്റൊരു രാജ്യം നമുക്ക് എഗെയിൻസ്റ്റ് തിരിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവരെ നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ ബട്ടൺ ഞെക്കുക, IEEPA ആക്ടിവേറ്റ് ചെയ്യുക, സാങ്ഷൻ പ്രഖ്യാപിക്കുക. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ട്രംപിനെതിരെ വന്നിരിക്കുന്ന ചോദ്യം. എല്ലാത്തിനെതിരെയും ട്രംപ് ചെയ്യുന്ന എല്ലാം ജസ്റ്റിഫൈഡ് ആണോ എന്നുള്ള ചോദ്യമുണ്ട്. ദർ ഇസ് എ നാഷണൽ എമർജൻസി കോസ്റ്റ്. ദ പ്രസിഡന്റ് ക്യാൻ ഫ്രീസ് ദ മണി ഓഫ് ദി എനിമി, ക്യാൻ സ്റ്റോപ്പ് ട്രേഡ് വിത്ത് ദം, ക്യാൻ ബ്ലോക്ക് ബാങ്ക്, ക്യാൻ പണിഷ് എനിബഡി. ആ രാജ്യത്തിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആരെ വേണമെങ്കിലും പണിഷ് ചെയ്യാനുള്ള റൈറ്റ് അമേരിക്കയിലുണ്ട്. പക്ഷേ ദിസ് ഇസ് ചലഞ്ച്ഡ് ഇൻ കോർട്ട്സ് നൗ. അപ്പോൾ ആ എമർജൻസി ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം. യെസ്, ആ അങ്ങനെ ഒരു എമർജൻസി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇതൊരു ഫെഡറൽ ലോ ആണ്. ആൻഡ് US കൺട്രോൾസ് മെനി ഇതെല്ലാം കൺട്രോൾ ചെയ്യാം. ഇതൊരു അമേരിക്കൻ ഒരു ഫെഡറൽ ലോ ആണ്. നിങ്ങൾക്ക് 1977 വന്നത്. നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ത്രെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം കൂടെ നമ്മളിവിടെ മനസ്സിലാക്കണം. സോ ബിഫോർ IEEPA, പ്രസിഡന്റ് യൂസ് ദിസ് പവർ.
ഭയങ്കര അൺചെക്ട് പവർ, തോന്നിയ പോലെ ഉപയോഗിക്കാം പീസ് ടൈമിൽ. പക്ഷേ ഇത് വന്നതിന് ശേഷം എക്സ്ട്രോണറി സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ എക്കണോമിക് പവർ. അത് ശരിക്കും പ്രസിഡന്റ് മസ്റ്റ് ഫോർമലി ഡിക്ലെയർ. ഇങ്ങനെ ഒരു യു എസിന്റെ പുറത്തുനിന്ന് ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, നാഷണൽ സെക്യൂരിറ്റി, ഫോറിൻ പോളിസി, എക്കോണമിനെയൊക്കെ ബാധിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇത് ശരിക്കും വരുന്നത്. ശരിക്കും ഇറാൻ, നോർത്ത് കൊറിയ, റഷ്യ, വെനസ്വേല, ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, സൈബർ നെറ്റ്വർക്കിനെതിരെയൊക്കെ യു എസ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഹാസ് വൈഡ്ലി യൂസ് ദിസ് തിങ്. അതാണ് IAPA എന്ന് പറയുന്നത്. സോ ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ്. ആൻഡ് ഇപ്പോഴത്തെ കേസിൽ ട്രംപ് റെസിപ്രോക്കൽ ടാരിഫ് കൊണ്ടുവന്നു. ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ വളരെ സ്റ്റീപ്പ് ടാരിഫ് കൊണ്ടുവന്നു, 50% ടാരിഫ്. ഇതെല്ലാം നാഷണൽ എമർജൻസി ആണെന്ന് പറഞ്ഞാണ് ട്രംപ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഈ സെക്ഷനുകളെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദിസ് ഇസ് ഓൾ ബീങ് ക്വസ്റ്റ്യൻ റൈറ്റ് നൗ. അതാണ് ഇതിന് പ്രധാനപ്പെട്ട മനസ്സിലാവേണ്ടത്. സോ ഒരുപാട് കോടതികൾ വിധിച്ചിട്ടുണ്ട്, ട്രേഡ് ഡെഫിസിറ്റ്സ് ആർ നോട്ട് എക്സ്ട്രാ ഓർഡിനറി എമർജൻസി. ഇങ്ങനെ എക്സ്ട്രാ ഓർഡിനറി പവർ തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോർട്ടിലേക്ക് ഈ ഇഷ്യൂ പോയിരിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതി പോയി കോർട്ട് IAPA റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രസിഡന്റിന്റെ പവർ കുറഞ്ഞു പോയി, തോന്നിയ പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഇല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഭയങ്കര പവർഫുൾ ആവും. അതുകൊണ്ടാണ്, ഇത് പേടിച്ചിട്ടാണ് അമേരിക്കൻ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യുന്ന കാര്യം, ഈ IAPA ഇല്ലാതെ ചെയ്യാതെ ഇപ്പോൾ റഷ്യക്കെതിരെ തന്നെ വെറുതെ സാങ്ഷൻ കൊണ്ടുവരാതെ ബില്ല് പാസ്സാക്കുകയാണ്, ലൈക്ക് റഷ്യൻ സാങ്ഷൻസ് ബിൽ. അപ്പോൾ ലെജിസ്ലേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവരിത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ആർബിട്രറി പവർ ആണ്, പക്ഷേ ഇത് ബില്ലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എമർജൻസി എക്കണോമിക് പവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ക്ലീൻ ആണെന്ന് വിചാരിക്കുന്നു. Now let's move on to സുപ്രീം കോർട്ട് റൂളിംഗ് ഓൺ ടൈഗർ ഗ്ലോബൽ ഫ്ലിപ്കാർട്ട് ഡീൽ. എന്താണ് ഇതിന്റെ കഥ? ഇതിന് നമുക്കൊരു കഥയായിട്ട് മനസ്സിലാക്കാം. കാരണം ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി, വാൾമാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന കമ്പനിയിൽ ഓൾറെഡി ടൈഗർ ഗ്ലോബൽ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈഗർ ഗ്ലോബലിൽ ഓൾറെഡി ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ടൈഗർ ഗ്ലോബൽ ലൂസസ് ലാൻഡ്മാർക്ക് ഇന്ത്യൻ ടാക്സ് കേസ്. അപ്പോൾ ഈ കേസ് എന്താണെന്നും കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം, വളരെ ക്വിക്കായിട്ട് നമുക്ക് ഓടിച്ച് മനസ്സിലാക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇറ്റ്. അപ്പോൾ അതിനു മുന്നേ ഇതിനകത്ത് നമുക്കൊരു ചെറിയൊരു സ്റ്റോറി നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഓൾറെഡി മനസ്സിലാക്കേണ്ടത്, ഫ്ലിപ്കാർട്ട് നമുക്ക് വളരെ ഫേമസ് ആയിട്ടൊരു കമ്പനിയാണ്. ഒരു ദിവസം ഒരു ഇന്റർനാഷണൽ ടൈഗർ ഗ്ലോബൽ എന്ന് പറഞ്ഞ ഒരു കമ്പനി വന്നു. ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഫ്ലിപ്കാർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞു, 2018 പിന്നെ അതിനും വലിയൊരു കമ്പനി വാൾമാർട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി വന്ന് ഫ്ലിപ്കാർട്ട് വാങ്ങി. അപ്പോൾ ആ സമയത്ത് ഫ്ലിപ്കാർട്ട് വാങ്ങിയപ്പോൾ ടൈഗർ ഗ്ലോബൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി വലിയ ഹിറ്റായി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഷെയർ വിറ്റു, അത്ര വലിയ വരുമാനത്തിന് വാങ്ങിച്ചു. ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് ഷെയർ ഉണ്ടായിരുന്നു, അത് വാൾമാർട്ട് വാങ്ങിച്ചപ്പോൾ വലിയ പൈസ കിട്ടി. ആ പൈസ നിങ്ങൾക്കും അർഹതയുള്ള പൈസയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഷെയർ വിറ്റപ്പോൾ $1.6 ബില്യൺ ആണ് നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ്, ഫ്ലിപ്കാർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം. ചോദ്യം ഇതാണ്, എനിക്ക് $1.6 ബില്യൺ കിട്ടി, ഈ പൈസ ടാക്സബിൾ ആണോ ഇന്ത്യയിൽ? ഞാനിതും കൊണ്ട് അങ്ങ് തിരിച്ചു പോയാൽ മതിയോ, അമേരിക്കയിലേക്ക് പോയാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞ് ടാക്സ് അടയ്ക്കണ്ടേ, നിങ്ങൾ ഇവിടെ കിട്ടിയ പൈസ ടാക്സ് അടയ്ക്കണ്ടേ? പ്രോഫിറ്റ് ഗെയിൻ, ഇത് ക്യാപിറ്റൽ ഗെയിൻ ഇല്ലേ, അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ അടയ്ക്കണം, ടാക്സ് അടയ്ക്കണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഈ കേസ് സുപ്രീം കോടതിയിൽ വന്നു, ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞു, ക്യാപിറ്റൽ ഗെയിൻ അടയ്ക്കണം. എന്തുകൊണ്ടാണ് ഇവർ ടാക്സ് അടയ്ക്കില്ല എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ പറഞ്ഞത്, അവിടെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട സംഭവം മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഈ ടോപ്പിക്കും അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കും ഒരുമിച്ച് തന്നെ ഞാൻ ഇവിടെ പറയുകയാണ്. അതായത് ഇന്ത്യയിൽ, ഇതാണ് ഇന്ത്യ, ഇവിടെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഈ കമ്പനികളെല്ലാം US നിന്ന് വന്ന കമ്പനിയാണെന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു രാജ്യമുണ്ട്, ആൻഡ് ദാറ്റ് ഇസ് മൊറീഷ്യസ്. അതാണ് DT, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. മൊറീഷ്യസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സാധാരണ US ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു. ഈ കമ്പനി ഭയങ്കര ലാഭം ഉണ്ടാക്കി, പ്രോഫിറ്റ് ഉണ്ടാക്കി, സെയിൽ ഉണ്ടാക്കി. അപ്പോൾ ഇതിന്റെ ഷെയർ, നമ്മൾ ഇന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ട്, ഈ പ്രോഫിറ്റ് തിരിച്ച് US കൊണ്ടുപോകാൻ പറ്റുന്നതിന് മുന്നേ ഇവിടെ ടാക്സ് ചെയ്യണമല്ലോ. അങ്ങനെ ഇന്ത്യയിൽ വലിയ ടാക്സ് റേറ്റ് കൊടുത്താൽ പിന്നെ നമുക്ക് ലാഭം എന്താ? അപ്പോൾ കമ്പനികൾ ചെയ്യാൻ തുടങ്ങിയ അടുത്ത ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്, നമ്മൾ മൊറീഷ്യസിൽ വരിക, ഇന്ത്യ പോണ്ട, മൊറീഷ്യസിൽ വന്നിട്ട് വേറൊരു കമ്പനി ഉണ്ടാക്കുക. US ഒരു കമ്പനി, എൻ്റെ കമ്പനിയുടെ പേര് X ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു X2 എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കുക. എന്നിട്ട് മൊറീഷ്യസിൽ നിന്നും ഇന്ത്യൻ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക.
എന്നിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ മൊറീഷ്യസിലേക്ക് കൊണ്ടുപോവുക. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊറീഷ്യസ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഉണ്ട്. 2 പ്രാവശ്യം ടാക്സ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ട് മൊറീഷ്യൻ നിയമം അനുസരിച്ചിട്ട് ഇവിടെ ടാക്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ടാക്സ് ചെയ്യപ്പെടുന്ന പറഞ്ഞ സംഭവം ടാക്സ് ഇല്ല, നമുക്ക് അങ്ങനെ തന്നെ ഈ പൈസ തിരിച്ച് US കൊണ്ടുപോകാം. ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണത്. ഇത് ഒരു തരത്തിൽ ഗവൺമെന്റ് വരെ ഇന്ത്യൻ ഗവൺമെന്റ് വരെ അപ്രൂവ് ചെയ്തിരുന്നു ഇത്. അത് ആ കഥ ഞാൻ അവിടെ പറയാം. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് ടൈഗർ ഗ്ലോബൽ പറഞ്ഞു ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയ 1.6 ബില്യൺ ഞാൻ അടയ്ക്കേണ്ട ആവശ്യം എന്താ, എൻ്റെത് മൊറീഷ്യൻ കമ്പനിയാണ്, ഞാൻ ഇവിടെ പോയി മൊറീഷ്യയിൽ നിന്ന് കൊണ്ടുപോയി തിരിച്ച് US കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള കഥ. ഇത്രയുമാണ് ഇതിന്റെ മെയിൻ എക്കണോമിക്സ് എന്ന് പറയുന്നത്. Now let's get to the main points. Clean ആയിട്ട് we'll get to the point. So സ്ലൈഡ്സ് ഒന്ന് സ്ലോ ആവുന്നുണ്ട്, അതാണ് ക്ലിക്ക് സ്ലോ ആവുന്നത്. We'll get to it. ഓക്കെ, അപ്പോൾ ടൈഗർ ഗ്ലോബൽ പറഞ്ഞാണ് ഐ ഡിഡ്ന്റ് ഇൻവെസ്റ്റ്. ടൈഗർ ഗ്ലോബൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 second. ഓക്കെ, സോറി ഫോർ ദ സ്ലൈഡ്സ്, അത് ചെറിയൊരു ഡിലേ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അത് വരുന്നത്. സ്ലൈഡ്സ് ക്ലിക്കിലില്ലേ. അപ്പോൾ ടൈഗർ ഗ്ലോബൽ പറഞ്ഞ ഐ ഡിഡ്ന്റ് ഇൻവെസ്റ്റ് ഡയറക്ട്ലി ഫ്രം ദ US, ഐ ഇൻവെസ്റ്റ് ത്രൂ മൊറീഷ്യസ്. ഇപ്പോൾ കഥ മനസ്സിലായോ? മൊറീഷ്യസിനും ഇന്ത്യയിലും ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഉണ്ട്. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എക്സംഷൻ കിട്ടും. ടൈഗർ ഗ്ലോബൽ പറഞ്ഞു ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഇന്ത്യയിൽ ടാക്സ് ചെയ്യാൻ പറ്റില്ല, ഞാൻ മൊറീഷ്യസിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ഡബിൾ ടാക്സേഷൻ എഗ്രിമെന്റിന്റെ ട്രീറ്റി നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു അത് പറ്റില്ല. വെയിറ്റ് എ മിനിറ്റ്, സുപ്രീം കോടതി ഇന്ത്യൻ ടാക്സ് അതോറിറ്റീസ് പറഞ്ഞു ദ കമ്പനി ഫ്ലിപ്കാർട്ട് ഇസ് ഇന്ത്യൻ, ദ വാല്യൂ ഇസ് ക്രിയേറ്റഡ് ഇസ് ഇൻ ഇന്ത്യ, ദ ബയർ വാൾമാർട്ട് ബോട്ട് ആൻ ഇന്ത്യൻ ബിസിനസ്. മൊറീഷ്യസ് റൂട്ട് വന്നുകൊണ്ട് മാത്രം ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ തീരുമാനം. സോ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്ന പോലെയാണ്. ഫൈനലി സുപ്രീം കോടതി വന്നിട്ട് പറഞ്ഞു വാസ് മൊറീഷ്യസ് ദ റിയൽ പ്ലേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓർ ജസ്റ്റ് എ പേപ്പർ റൂട്ട് ടു എസ്കേപ്പ് ഇന്ത്യൻ ടാക്സ്. അങ്ങനെ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ടാക്സ് തരേണ്ടി വരും. അപ്പോൾ അത് വെറുതെ മൊറീഷ്യസിൽ വന്നത് മനഃപൂർവ്വം ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ്, അതൊരു നല്ല ഇന്റൻഷനിൽ ചെയ്തതല്ല എന്ന് പറയുന്ന. സുപ്രീം കോടതി ഡിസൈഡ് ചെയ്താണ് ദ റിയൽ ബിസിനസ് ആൻഡ് വാല്യൂ വെയർ ഇൻ ഇന്ത്യ. മൊറീഷ്യസ് എൻറ്റൈറ്റി എന്ന് പറയുന്നത് ഒരു ഷെൽ സ്ട്രക്ചർ ആണ്, അതുകൊണ്ട് തന്നെ ഇത് ടാക്സ് അവോയ്ഡൻസിന് മിസ്യൂസ് ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലേക്കാണ് എത്തിയത്. ഫൈനൽ റൂളിംഗ് DTA ബെനിഫിറ്റ്സ് വർ ഡിനൈഡ്, തരില്ല. ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട്, അത് ടാക്സ് ചെയ്യപ്പെടും. ടൈഗർ ഗ്ലോബൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഈ ഡീലിൽ ഫ്ലിപ്കാർട്ട് വാൾമാർട്ട് ഡീലിന്റെ പൈസ അടച്ചിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്താ ലാൻഡ്മാർക്ക് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ലോകത്തെ പല വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സും പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സും ഹെഡ്ജ് ഫണ്ട്സും എല്ലാവരും നോക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മൊറീഷ്യസ് എന്ന് വന്നാലും നമ്മൾ പൈസ കൊടുക്കണം, കാരണം ഇവിടെ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വാല്യൂ കൊടുക്കണം എന്നാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ സ്റ്റോറി. ഒരുപാട് കോടികളുടെ വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ് അവർ ടാക്സ് അടയ്ക്കാത്തത്. ക്യാപിറ്റൽ ഗെയിൻ അടയ്ക്കാത്തത് ഒരുപാട് വ്യത്യാസം വരും, അതുകൊണ്ടാണ് ആ പൈസ അടയ്ക്കാതെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് കണ്ടോ. സെറോദ ഗെറ്റ്സ് ബെനിഫിറ്റ് ഓഫ് ഇന്ത്യ UAE ഡബിൾ ടാക്സേഷൻ. DTA കോർട്ട് അഡ്ജേൺസ് ഹിയറിംഗ് ഓൺ ഹുണ്ടായി ഹെവി ഇൻഡസ്ട്രി ടാക്സ് അപ്പീൽ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പേപ്പറിൽ വരുന്നുണ്ട്. ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം ടാക്സ് ചെയ്യാൻ പറ്റില്ല. അത് മൊറീഷ്യസ് മാത്രമല്ല, മൊറീഷ്യസ് റൂട്ട് ഉണ്ട്, പല രാജ്യങ്ങളായിട്ടും ഡബിൾ ടാക്സേഷൻ എഗ്രിമെന്റ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ മൊറീഷ്യസിന്റെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. നമുക്ക് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് അതിന്റെ പോയിന്റ്സ് മാത്രം പെട്ടെന്ന് എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബയലാറ്ററൽ ട്രീറ്റി ബിറ്റ്വീൻ 2 countries. സെയിം ഇൻകം ഇസ് നോട്ട് ടാക്സ് ട്വൈസ്. 2 പ്രാവശ്യം ഇൻകം ടാക്സ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് സോഴ്സ് കൺട്രി ഇൻകം ഏൺ ചെയ്ത സ്ഥലം ആൻഡ് റെസിഡൻസ് ഓഫ് ദ കൺട്രി വെയർ ദ ടാക്സ് പെയർ റിസൈഡ്സ്. 2 പ്രാവശ്യം ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റിസൈഡ് ചെയ്യുന്ന സ്ഥലത്തും ഇൻകം ഉണ്ടാക്കിയ സ്ഥലത്തും, ചിലപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തിരിക്കാം, ഇൻകം ഏൺ ചെയ്ത് ഇന്ത്യയിലായിരിക്കാം, 2 പ്രാവശ്യം ടാക്സ് ചെയ്യേണ്ട. മൊറീഷ്യസ് ആയിട്ട് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. സോ പ്രോഫിറ്റ് വാസ് ടാക്സ്ഡ് ഓൺലി ഇൻ മൊറീഷ്യസ് ആൻഡ് നോട്ട് ഇൻ ഇന്ത്യ. അതായത് ആദ്യ സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കി മൊറീഷ്യസ് കമ്പനി ആയതുകൊണ്ട് മൊറീഷ്യയിൽ ടാക്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മൊറീഷ്യസിൽ ടാക്സ് ഇല്ല, അതാണ് അതിന്റെ പ്രത്യേകത. മൊറീഷ്യസിൽ പോയി ടാക്സ് ചെയ്തു എന്ന് പറയാം, പക്ഷെ അവിടുത്തെ നിയമം, മൊറീഷ്യൻ നിയമം അനുസരിച്ച് അവിടെ ടാക്സ് ഇല്ല. മൊറീഷ്യസ് ഡിഡ് നോട്ട് ചാർജ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. ദ ഇൻവെസ്റ്റർ ഓൾമോസ്റ്റ് പെയ്ഡ് നോ ടാക്സ് ഓൺ ദ പ്രോഫിറ്റ്സ് ബിക്കോസ് എല്ലാവരും മൊറീഷ്യസ് വഴി പൈസ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മൊറീഷ്യസ് റൂട്ട് എന്ന് വിളിക്കുന്നത്. നിയമം അനുസരിച്ചിട്ട് ഇന്ത്യയിൽ ടാക്സ് ചെയ്യണ്ട, നിങ്ങൾ മൊറീഷ്യസിൽ ടാക്സ് ചെയ്തോളൂ. പക്ഷെ നിയമം അനുസരിച്ച് മൊറീഷ്യസിൽ ടാക്സ് ഇല്ല,
അപ്പം മൊറീഷ്യസ് എന്നുള്ള പൈസ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിൽ കൊണ്ടുപോയിക്കോളൂ, സ്പെയിനിലോ അമേരിക്കയിലോ ലണ്ടനിലോ ബ്രിട്ടനിലോ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന ഒരു പോയിന്റാണ് ഇവിടെ എത്തിയത്. ആ പണ്ട് കാലത്ത് ഗവൺമെന്റ് ഇത് സമ്മതിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 1919 റിഫോമിന് ശേഷം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് പൈസ കൊണ്ടുവരുന്നില്ല. അപ്പൊ ലെസ് ടാക്സ്. അപ്പൊ ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, ടാക്സ് മറ്റേ ടാക്സ് എന്നൊക്കെ പറഞ്ഞ് ആരും ഇന്ത്യയിലേക്ക് നോ ബഡി ഈസ് ബ്രിങ്ങിങ് മണി ടു ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലേക്ക് ഫണ്ട് കൊണ്ടുവരാൻ ഒരുപാട് ടാക്സ് ചെയ്ത് ആരും പൈസ കൊണ്ടുവരുന്നില്ല. സോ മൊറീഷ്യസ് വാസ് എ സേഫ് ആൻഡ് ഫ്രണ്ട്ലി റൂട്ട് ഫോർ ദം. മൊറീഷ്യസിൽ നല്ല സ്റ്റേബിൾ നിയമങ്ങളുണ്ട്, ഇംഗ്ലീഷ് ബേസ്ഡ് ലീഗൽ സിസ്റ്റം ഉണ്ട്, ഈസി ടു ഡു ബിസിനസ് ആണ്. അപ്പോൾ അവരെല്ലാം മൊറീഷ്യസ് വഴി ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യൻ ഗവൺമെന്റ് ഒരു പരിധി വരെ അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. കാരണം ഇവിടെ ഫണ്ട് വന്നോട്ടെ. ഇന്ത്യക്കാർ വിചാരിച്ച പ്രധാനപ്പെട്ട ഒരു തിയറി എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് സെറ്റ് ചെയ്യാം, ആദ്യം ഫണ്ട് വരട്ടെ, ടാക്സിന്റെയും ഇതിന്റെ കാര്യമൊക്കെ അല്ലേ, നമുക്കത് കം ഫസ്റ്റ്, വിൽ ഫിക്സ് ഇറ്റ് ലേറ്റർ തിങ്കിങ്, ലെറ്റ് മണി കം, വിൽ ടൈറ്റൻ ദ റൂൾസ് ലേറ്റർ, ഗ്രോത്ത് ആൻഡ് ജോബ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യട്ടെ, ടാക്സ് കളക്ഷൻ അല്ലല്ലോ വലിയ കാര്യം എന്ന് വിചാരിച്ച് ചെയ്തു. പക്ഷെ ഇപ്പോൾ ഇതേപോലത്തെ വലിയ $1 ബില്യൺ സെയിൽ വരുമ്പോൾ ഗവൺമെന്റ് ചിന്തിച്ചു തുടങ്ങി. ടാക്സ് ലോസ് വാസ് നോട്ട് ക്ലിയർലി വിസിബിൾ ദെൻ, ബട്ട് നൗ ദ മിസ്യൂസ് വാസ് വെരി ഓബ്വിയസ്. ഇപ്പോൾ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി മാത്രം ചെയ്തു തുടങ്ങിയതുകൊണ്ട് അത് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എങ്ങനെയാണ് മൊറീഷ്യസ് നിന്ന് പൈസ ഉണ്ടാക്കുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇപ്പം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങൾ ബിഫോർ April 1, 2017. ഇപ്പോൾ കമ്പനി മൊറീഷ്യസിന്റെ 2017 April 1 മുന്നാണ് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇത് DT ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് നമുക്ക് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. ദ ബെനിഫിറ്റ് വാസ് ഗ്രാൻഡ് ഫാദേർഡ്, അങ്ങനെയാണ് വിളിക്കുന്നത്. ഇതിന് മുന്നേ ഉള്ള സ്ഥാനത്തിൽ ഡേറ്റ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഗ്രാൻഡ് ഫാദേർഡ് ആണ്, അതിന് പ്രശ്നമില്ല. പക്ഷെ April 2, 2017 ശേഷം ചെയ്ത എല്ലാ ട്രാൻസാക്ഷനും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അടച്ചേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനം, ഡബിൾ ടാക്സേഷൻ ഇതിൽ വന്നിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന് മുന്നേ ഉള്ളതാണെങ്കിൽ ഗ്രാൻഡ് ഫാദേർഡ്, കുഴപ്പമില്ല, പോട്ടെ. പല രീതിയിൽ കൊടുക്കാറുണ്ട്. ടാക്സ് റിലീഫ്, എക്സംഷൻ മെത്തേഡ്, അതേപോലെ ടാക്സ് ക്രെഡിറ്റ് മെത്തേഡ് എന്നുണ്ട്. ഇൻകം ടാക്സ് ഇൻ ബോത്ത് ദ കൺട്രീസ്, ടാക്സ് പെയ്ഡ് ഇൻ സോഴ്സ്, അതായത് ഒരിക്കൽ ടാക്സ് അടച്ച പൈസ പിന്നീട് റീഫണ്ട് ചെയ്യുന്ന മെത്തേഡ്, ടാക്സ് ക്രെഡിറ്റ് മെത്തേഡ്. ഒരുപാട് ഇന്ത്യൻസ് നമ്മളിപ്പോൾ കൂടുതൽ ടാക്സ് ക്രെഡിറ്റ് മെത്തേഡ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഇൻകം ഇസ് ടാക്സ്ഡ് ഇൻ വൺ കൺട്രി ആൻഡ് ദി അതർ കൺട്രി ഇസ് ഫുള്ളി എക്സെപ്റ്റ്. നമ്മൾ ഒരു സ്ഥലത്ത് അടയ്ക്കുന്ന മറ്റേതില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ടാക്സ് അടച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ അടുത്ത സ്ഥലത്ത് റെസിഡൻസ് കൺട്രിയിൽ അത് റീഫണ്ട് ചെയ്ത് തരാം, അല്ലെങ്കിൽ തിരിച്ച് ക്രെഡിറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഈ DTA ഇപ്പോൾ ടാക്സ് ക്രെഡിറ്റ് മെത്തേഡാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എക്സംഷൻ മെത്തേഡ് ഉണ്ട്. ഇപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നൗ വി ആർ യൂസിങ് ദ ടാക്സ് ക്രെഡിറ്റ് മെത്തേഡ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി അടുത്ത പ്രധാനപ്പെട്ട 2 ക്വിക്ക് ടോപ്പിക്കുകൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഇന്ത്യാസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇറ്റ് ഹാസ് 2%. റോയിട്ടേഴ്സിന് പോലത്തെ ആൾക്കാർ പറയുന്നുണ്ട് അത് 4.8 ആണ്. എന്താണ് ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡേറ്റ എടുത്തതിന്റെ പ്രശ്നമാണത്. ഇത് കൂടിയും കുറഞ്ഞും ഇരിക്കും. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇന്ത്യയുടെ എക്കണോമിക് ഫോറം പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 2% ആണ്. സോ 2%. പല രാജ്യങ്ങൾക്ക്, നേപ്പാൾ പോലെ രാജ്യങ്ങളൊക്കെ ഉണ്ട്, തൊട്ടടുത്ത് കിടക്കുന്ന നേപ്പാളിലൊക്കെ 30% അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. Nobody is having jobs. But India it is 2%. 2 to 4% is it's all coming because of the data mismatch. It depends upon the data which they have taken. അതിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് we are having this thing. ഇനി let's understand ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഒരു ടേക്ക് അവേ നമുക്ക് നോക്കാം. ഈ ആർട്ടിക്കിളിന്റെ ലേബർ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ പിന്നെയും സ്ലോ ആയെന്ന് തോന്നുന്നു. സോ ലെറ്റ് മീ do it again. Okay, 1 second. ചെറുതായിട്ടൊന്ന് സ്റ്റക്ക് ആണ്. So give me 1 seconds to fix it actually. മാനുവലി പോവാം. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ എംപ്ലോയ്മെന്റ് റേറ്റ്, ഇതിലേക്ക് നമുക്ക് വരാം. 1 second. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്ലെയിം എന്ന് പറയുന്നത്, ഇതിൽ പ്രിലിംസിന് വേണ്ടി ആവശ്യമുള്ളത് ദിസ് ഇസ് ദ ലോവസ്റ്റ് അമംഗ് G20 നേഷൻസ്, ദ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട്. ഇങ്ങനെ റിപ്പോർട്ടൊക്കെ പരീക്ഷയ്ക്ക് പ്രിലിംസിന് ചോദിക്കാറുണ്ട്. അത് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ടാണ്, ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇന്ത്യയുടെ റേറ്റ് 2% ആണെന്നുള്ള രീതിയിലാണ്
നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. സോ വി നീഡ് ടു ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ്. ഇനി പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം നാഷണൽ കരിയർ സർവീസ് പോർട്ടൽ. ഇതെന്താണ്? പരീക്ഷയ്ക്ക് പ്രിലിംസിന് ചോദിക്കാവുന്ന ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതൊരു ഗവൺമെന്റ് റൺ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാരെയും എംപ്ലോയറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ജോലി ആവശ്യമുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ജോലിയില്ല. ഇവരെല്ലാം ജോലിക്ക് വേണ്ടി കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നാഷണൽ കരിയർ സർവീസ് പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതായത് ജോബ് സീക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സിനെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ജോബ് സെർച്ച്, കരിയർ കൗൺസിലിംഗ്, സ്കിൽ ഡെവലപ്മെന്റ് എല്ലാം കിട്ടുന്നതാണ്. NCS എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് ചെയ്യുന്നത്. പ്രിലിംസിന് ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്. എന്തിനാണ് നടത്തുന്നത്? ഇറ്റ്സ് എ കണക്ടിംഗ് പ്ലാറ്റ്ഫോം ബിറ്റ്വീൻ ദ ജോബ് സീക്കേഴ്സ് ആൻഡ് ദി എംപ്ലോയേഴ്സ് ഹു ആർ വില്ലിംഗ് ടു ഗിവ് ജോബ്സ്. ഇറ്റ് ഈസ് റൺ ബൈ ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് ദിസ് ഇസ് ദ മെയിൻ ഫാക്ടർ. ഇതിൽ മനസ്സിലാക്കേണ്ട മെയിൻ കാര്യം അതാണ്. ഇനി ഇതിന്റെ ഒരു കറന്റ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 52 ലക്ഷം കമ്പനികൾ ജോലി കൊടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇന്ത്യയിൽ അത്രയും ആൾക്കാർ പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇത്രയും ഏകദേശം 5.25 കോടി ജനങ്ങൾ ജോലിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഏകദേശം 7.5 കോടി വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മിസ്മാച്ച് അല്ല, 5 കോടി ആൾക്കാരുണ്ട്, 7 കോടി വേക്കൻസി എന്നല്ല. ഇതുവരെ NCS ഉണ്ടാക്കിയതിന് ശേഷം 7 കോടിയോളം വേക്കൻസി ഉണ്ടാക്കിയിട്ടുണ്ട്. NCS has generated almost 7.2 crores of vacancies. ഇപ്പോൾ 44 ലക്ഷം വേക്കൻസീസ് ഉണ്ട്. സോ കറക്റ്റ് നോക്കുകയാണെങ്കിൽ 5 കോടി ജനം 5.5 കോടി ജനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 44 ജോലികൾ അവൈലബിൾ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി സ്കില്ലും കാര്യങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും അത് കിട്ടുന്നുണ്ടാവുക. സോ അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. സോ NCS എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഗവൺമെന്റ് ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, MOU വെക്കുന്നുണ്ട്. ഒരുപാട് കമ്പനീസായിട്ട് ഗവൺമെന്റ് ലേബർ മിനിസ്ട്രി, ആമസോൺ, സ്വിഗ്ഗി കൂടുതലും ഗിഗ് വർക്കേഴ്സ് ആയിട്ട് വെക്കുന്നുണ്ട്. കൂടുതൽ ജോലികൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഗവൺമെന്റിന്റെ ഒരു സ്കീമുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന, PMVBRY. ഏകദേശം 1000 ആലോചിച്ച് നോക്കൂ, 99,446 crore അലോക്കേഷൻ ആണ് ഈ പ്രൊജക്ടിന്റെ. 1 ലക്ഷം കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. 3.5 കോടി ജോലി അടുത്ത 2 വർഷത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. സോ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർത്ത് വെക്കാവുന്നുള്ളൂ. 1 lakh crore ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ജോലി ഉണ്ടാക്കാൻ വേണ്ടി, എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ. ഇതൊക്കെ മെയിൻസ് ഒക്കെ എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലാവുക. പോയിന്റ് എഴുതണമല്ലോ, അതുകൊണ്ട് ഓർത്ത് വെക്കുക. ഓക്കെ, സോ 3.5 കോടി ജോലികൾ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട്. സോ ഗവൺമെന്റ് കൂടുതലും നോക്കുന്നത് എങ്ങനെയാണ്? ഗിഗ് വർക്കേഴ്സ്, സർവീസ് സെക്ടറിലെ പ്ലാറ്റ്ഫോം എക്കോണമി, മാനുഫാക്ചറിംഗിൽ, അഗ്രികൾച്ചറിലൊക്കെ ജോലി ജനറേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഇറ്റ്. ആൻഡ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സെൽഫ് എംപ്ലോയ്മെന്റ് ഓണ്ടർപ്രണേഴ്സ് ഉള്ള ആൾക്കാർക്കൊക്കെ മുദ്ര ലോൺസ് കൊടുക്കുന്നുണ്ട്. 10 ലക്ഷം വരെ. ഇപ്പോൾ മുദ്ര വരുൺ പ്ലസ് എന്നൊക്കെ പറഞ്ഞ് 10 ലക്ഷം കൊടുക്കുന്നുണ്ട്, 20 ലക്ഷം വരെ കൊടുക്കുന്നുണ്ട്. PM സ്വാനിധി, സ്ട്രീറ്റ് വെൻഡേഴ്സിന് ലോൺ കൊടുക്കുന്നുണ്ട്. ഓൾ ദീസ് ആർ വെരി അട്രാക്റ്റീവ് പ്രോഗ്രാംസ്. ഗവൺമെന്റിന്റെ സ്കീമുകൾ ഒരുപാടുണ്ട്, നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഇതാണ് പ്രധാനപ്പെട്ട ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ആൻഡ് മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ഏരിയ ഓഫ് ദിസ് തിങ്, PMIS എന്ന് പറയുന്ന ഒരു സ്കീം, പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ് സ്കീം. ഇറ്റ് ഫണ്ട്സ് ഗോ അൺയൂസ്ഡ്, ഇറ്റ് ഫോൾട്ടേഴ്സ്. അപ്പം ഇത് വർക്കായില്ല അല്ലെങ്കിൽ വീക്ക് ആവുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത്. മോഡി ഗവൺമെന്റ് വേസ് അനദർ പുഷ് ടു ഡ്രൈവ് അപ്പ് റെസ്പോൺസ്. അപ്പോൾ ഇതെന്താണ് ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് അടുത്തൊരു കഥയായിട്ട് തന്നെ നമുക്ക് കൊണ്ടുവരാം. അതായത് നമുക്ക് ആ കഥ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. കഥ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഗ്രാമത്തിലുള്ള ഒരു ബോയുടെ കഥയാണെന്ന് വിചാരിക്കുക. അതായത് രവി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അത്യാവശ്യം ഹി ഈസ് കംപ്ലീറ്റഡ്, ഹി ഈസ് ലുക്കിംഗ് ഫോർ എ ജോബ്. പലയിടത്തും പോകുമ്പോൾ അവർ പറയുന്ന സംഭവമാണ്, നിങ്ങൾക്ക് ജോലിയില്ല കാരണം യു ഡോണ്ട് ഹാവ് വർക്ക് എക്സ്പീരിയൻസ്. രവി ചോദിക്കുന്നുണ്ട്, ആരും എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് ജോലി തരുന്നില്ല, അപ്പോൾ ആരെങ്കിലും ജോലി തരാതെ പിന്നെ എങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുള്ളൊരു ക്ലാസിക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആരെങ്കിലൊക്കെ എനിക്ക് ജോലി തന്നാലല്ലേ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ, എല്ലാവരും 3 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് എങ്ങനെ ശരിയാവുക? ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് PM ഇന്റേൺഷിപ്പ് സ്കീം തുടങ്ങിയത്. അതായത് ഇതിൻ്റെ കഥ ഇനി അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഇതിൻ്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്? വളരെ സിമ്പിളാണ്. എന്ന് പറയുന്ന രവി എന്ന് പറയുന്ന ഒരാൾ, അയാൾക്ക് ഇവിടെയാണ് ജോലി ചെയ്യേണ്ടത്. ഇവിടെയാണ് അയാൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞ സ്ഥലത്ത് Y എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്ലൈ ചെയ്തു, ആൾക്ക് ജോലിയില്ല. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് റിജക്ട് ചെയ്തു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ PMIS സ്കീമിന്റെ ഭാഗമായി കഴിഞ്ഞാൽ
നമുക്ക് ഇവിടെ ഗവൺമെന്റിന്റെ കൂടെ ഏകദേശം ഒരു വർഷത്തോളം നമുക്ക് വേണമെങ്കിൽ 12 മാസം വർക്ക് ചെയ്യാം. സ്റ്റൈപ്പൻഡ് വരെ കിട്ടും, സ്റ്റൈപ്പൻഡ് വരെ കിട്ടും. നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടും, എങ്ങനെയാണ് ജോലി വർക്ക് ചെയ്യുന്നത്. പല തലത്തിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ പല ജോലികളും നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങുന്ന PMIS എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പിന്നെ വേണമെങ്കിൽ വൈയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ വൈ ജോലി കിട്ടും. ഈ ഗ്യാപ്പാണ് മെയിൻലി ഇവർ ട്രൈ ചെയ്ത് ഫില്ല് ചെയ്യാൻ നോക്കുന്നത്. അതാണ് ഇവർ ഫില്ല് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇതാണ് PM ഇന്റേൺഷിപ്പ് സ്കീം. സോ അത് വളരെ ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് എ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്, പ്രൊവൈഡ് സ്ട്രക്ചേർഡ് ആൻഡ് പെയ്ഡ് ഇന്റേൺഷിപ്പ് ടു യങ് പീപ്പിൾ, എക്സ്പോസ് ദം ടു റിയൽ വർക്ക് പ്ലേസ്, എംപ്ലോയബിലിറ്റി കൂട്ടുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട് എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ എംപ്ലോയബിലിറ്റി ഒക്കെ കൂട്ടുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആസ്പെക്ട്. PM ഇതിന്റെ സ്കീം എന്ന് പറയുന്നത് ഗിവ് പ്രാക്ടിക്കൽ എക്സ്പോഷർ കൊടുക്കുക, ജോബ് റെഡിനെസ് കൊടുക്കുക, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നൊക്കെയാണ് ഇതിന്റെ മെയിൻ സംഭവം. 18 മുതൽ 29 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ഫ്രഷ് ഗ്രാജുവേറ്റ്സിനും ഡിപ്ലോമ ഹോൾഡേഴ്സിനും എല്ലാവർക്കും, ഫസ്റ്റ് ടൈം ആൾക്കാർക്കൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിൽ, സ്റ്റാർട്ടപ്സിൽ, MSMEയിൽ ഇതിനകത്തൊക്കെ ഇവർക്ക് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് നേടിയെടുക്കാം, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. 6 മുതൽ 12 മാസം വരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഔട്ട്കം ഉണ്ട്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈപ്പൻഡ് കിട്ടും, ഗവൺമെന്റിന് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ കിട്ടും. പക്ഷേ സ്റ്റൈപ്പൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൺ ഗ്രൗണ്ട് ഇതിന്റെ റിയാലിറ്റി വളർന്നപ്പോഴാണ് വീക്ക് പെർഫോമൻസ് ആണ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ യൂട്ടിലൈസേഷൻ, ബഡ്ജറ്റ് യൂട്ടിലൈസേഷന്റെ റിപ്പോർട്ട് നോക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ഫണ്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇത് ഉപയോഗിക്കുന്നില്ല, ഈ പ്രൊജക്ട് വർക്ക്ഔട്ട് ആവുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 26ന്റെ ഇത് ഏപ്രിൽ നവംബറിലൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട്. ബഡ്ജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് 11,500 കോടിയാണ്. 500 കോടിയാണ് ആകെ ഉപയോഗിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഓൺലി 4% ഈസ് യൂട്ടിലൈസ്ഡ്. 94% ഓഫ് ദ ടോട്ടൽ അലോക്കേഷൻ വാസ് സ്പെസിഫിക്കലി ഇയർമാർക്ഡ്. അപ്പോൾ ഈ സ്പെൻഡ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ആകെ 4% ഉപയോഗിക്കുന്നുള്ളൂ. അതെന്താ ആരും ഉപയോഗിക്കാത്തെന്ന് ചോദിച്ചാൽ ആൾക്കാർ മുന്നോട്ട് വരുന്നില്ല. ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. 1.5 ലക്ഷം ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ആകെ 6 ലക്ഷം ആപ്ലിക്കേഷൻസ്. 1.5 ലക്ഷം ഇതിനകത്ത് 6 ലക്ഷം ആപ്ലിക്കേഷൻസ് വന്നു. അതിൽ കമ്പനികൾ ഏകദേശം 82,000 ഓഫേഴ്സ് കൊടുത്തു. ഇത്രയും ഓഫേഴ്സ് കൊടുത്തു, അതിൽ 28,000 ഓഫർ മാത്രമേ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. 34% അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ വെറും 2,000 ആൾക്കാരാണ്. 1.5 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ 1.5 ലക്ഷം ഓപ്പർച്യൂണിറ്റി ഇട്ടു, അതിൽ 6 ലക്ഷം പേര് അപ്ലൈ ചെയ്തു. 1.5 ലക്ഷത്തിൽ നിന്ന് 82,000 ഓഫേഴ്സാണ് കൊടുത്തത്. അത് വെറും 28,000 പേര് ചെയ്തത്. അതിൽ ജോലി ചെയ്ത് കറക്റ്റ് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് വെറും 2,000 ആൾക്കാരെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ആർക്കും ഇൻട്രസ്റ്റ് വരുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ഒഫീഷ്യൽ ആക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഗവൺമെന്റിന് ഇന്റേണൽ അസസ്മെന്റ് പറയുന്നത് സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് 5,000 രൂപയൊക്കെയാണ് ഒരു മാസം കൊടുക്കുന്നത്. 5,000 രൂപ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൊണ്ടാണ്. So just imagine 5,000 rupees monthly stipend, one-time grant 6,000 rupees. So most of the graduates living in urban areas, it is not at all sufficient to cover living opportunity, work ഒന്നും കവർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വെറുതെ എക്സ്പീരിയൻസിന് വേണ്ടി പൈസ വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള ഒരു ലെവലിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇത്രയും 4% ഒക്കെയാണ് ഇതിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. വെരി ഡിഫിക്കൽട്ട് തിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്കണോമിക് സെഷൻ. ഐ ഹോപ്പ് യു ലൈക്ക് ദ സെഷൻ. ഇങ്ങനത്തെ ഒരുപാട് ടോപ്പിക്കുകൾ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കാം. ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഇത് വായിച്ചാൽ മനസ്സിലാവാൻ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ യു ക്യാൻ വാച്ച് ദിസ് സെഷൻ. അടുത്ത സെഷനിൽ കാണാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ. താങ്ക് യു.